ദീപക് 1 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ വിചാരിക്കേണ്ടത് 400 × 1 ഒരു 400 മണിക്കൂറാണ്. അത് മോർണിംഗ് ആകുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പൊ 400 മുതൽ 800 മണിക്കൂറാണ് ഞാൻ എടുക്കുന്നുള്ള ബോധ്യം എനിക്ക് വേണം. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ടോപ്പിക് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കാണ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചോയ്സ്. അതിന് നമ്മൾ എന്താവണം? മെന്റലി നമ്മൾ ഓക്കെ ആവണം, ഫിസിക്കലി നമ്മൾ ഓക്കെ ആവണം. കുറച്ച് സമയം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇതുവരെ എന്നെ അറ്റൻഡ് ചെയ്യാത്ത, എന്നെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒഫീഷ്യലി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പേര് ദീപക് എന്നാണ്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. എൻ്റെ ബൈ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഇപ്പോ നിൽക്കുന്നത് ഒരു 4 കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു കമ്പനി 10 വർഷം, 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓൾ കേരള 7 ബ്രാഞ്ചസ് ഉണ്ട്. അതിന്റെ പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നുമല്ല, ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എവിടെ വന്നാലും ഞാൻ എന്ത് ചെയ്യും? ഒരു മടുപ്പും ഇല്ലാതെ എടുക്കും. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് ചെയ്താൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇത് എന്റെ ഇഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ടാവും ട്രെയിനിങ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, സെയിൽസ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ട്രെയിനിങ് ആസ്പെക്ട് വരുന്നത്. എൻ്റെ കമ്പനികളിലും ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലൂടെ തന്നെയാണ്. കൂടാതെ തന്നെ 1-2 ഓർഗനൈസേഷന്റെ ഭാഗമാണ്. അതിൽ ഒരു ഓർഗനൈസേഷന്റെ ഇന്ന് കോഴിക്കോട് തന്നെ ഏറ്റവും ലീഡിംഗ് പോസ്റ്റിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? നിന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ പറയാം. സോ ഞാൻ പറയുന്നു, ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് വെർത്താവും. നിങ്ങൾ ഫിസിക്കലി മെന്റലി ഓക്കെ ആവണം. ഓക്കെ ആണോ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്നും കൂടെ വന്നിട്ട് യെസ് 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 എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ചാറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചാറ്റ് ബോക്സ് കലാപരിപാടികൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ മീറ്റിംഗ് 7 മണിക്ക് നമ്മളെ മീറ്റിംഗ് വെച്ചു. കുറേ ആളുകൾ 6:45 കൂടി ലിങ്കിൽ എത്തിയിട്ടുണ്ടാവും. ചില ആളുകൾ 6:50 എത്തിയിട്ടുണ്ടാവും. ചില ആളുകൾ തിരക്ക് കാരണം 7 മണിക്ക് ശേഷം എത്തിയിട്ടുണ്ടാവും. അതൊക്കെ എന്താ ടോപ്പിക്കിന്റെ വിഷയമാണ്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എല്ലാ വ്യക്തികൾക്കും ശ്രദ്ധിക്കണേ, നമുക്ക് എല്ലാ വ്യക്തികൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ദീപക്കിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദീപക്കിന് ഒരുപാട് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കഴിവിന്റെ കൂടെ തന്നെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തുണ്ട്? എന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ആ ലിമിറ്റേഷൻസിനെ, എന്റെ പരിമിതികളെ ഞാൻ എപ്പോ ഓവർകം ചെയ്യുന്നോ അപ്പോഴാണ് എന്റെ ഗ്രോത്ത് വരുന്നത്. യെസ്, ഞാൻ എന്റെ പരിമിതികളെ ആദ്യം മനസ്സിലാക്കിയിട്ട് ആ പരിമിതികളെ ഞാൻ എന്റെ വിജയത്തിന് വേണ്ടി ഓവർകം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളിന്ന് പഠിക്കാൻ പോണത് ഒരൊറ്റ ചെറിയ കാര്യം പഠിക്കാൻ പോണത്, ഏറ്റവും ചെറിയ കാര്യം എന്ന് പഠിക്കാൻ പോണത്, എല്ലാവരും 1 ഡിഗ്രി ചേഞ്ച് എന്ത് ചെയ്യുക? കൊണ്ടുവരും. എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി ചേഞ്ച് അല്ലേ ഞാൻ പറയണത്? 100 ഡിഗ്രി എന്ന് പറയുമ്പോഴാണല്ലോ അശോകൻ സാർ വലിയ സംഭവമായിട്ട് മാറുന്നത്, അല്ലെ? അശോക് സാർ വീഡിയോയിൽ വന്നാണ് പെട്ടെന്ന് സാറിനെ ഞാൻ കണ്ടത്. അതായത് നമ്മളോട് പറയണ അത്രയാണ് ഒറ്റ ഡിഗ്രി കാര്യം. ഷാഫി ഭായ് ക്ലിയർ ആവുന്നുണ്ടോ? KMP ഷാഫി ഭായ്, ഒരൊറ്റ ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ കൊണ്ടുവരുന്നുള്ള ആ ഒരൊറ്റ ഡിഗ്രിയിൽ നമ്മൾ ചേഞ്ച് വരുത്താൻ പോവാണ്. ഓക്കെ അല്ലേ? ഉല്ലാസ് റെഡി? ഒന്നൊന്ന് തമ്പൊക്കെ വരട്ടെ. ഓക്കെ, റെഡി. അപ്പോ നമ്മളുടെ ലിമിറ്റേഷൻസ് ആദ്യം മനസ്സിലാക്കുക. പോയിന്റ് നോട്ട് ചെയ്യണേ. ഫസ്റ്റ്, ദീപക്കിന്റെ ലിമിറ്റേഷൻസ് എല്ലാവരെക്കാൾ കൂടുതൽ എനിക്ക് എന്റെ ലിമിറ്റേഷൻസ് അറിയാം. അതുപോലെ എന്റെ കഴിവ് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് എല്ലാ ലിമിറ്റേഷൻസും എന്ന് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എത്താനുള്ളൊരു സ്ഥലമുണ്ട്. നേരത്തെ അമീൻ ഭായ് എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് പ്രയത്നമുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് കാലത്തെ യാത്ര ഉണ്ട്. ക്ലിയർ ആണല്ലോ? ആ യാത്രയിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ദീപക്കിന്റെ കഴിവാണ്, പ്ലസ് ദീപക്കിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഈ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? എനിക്കത് പറ്റും എന്നുള്ള വിശ്വാസം എനിക്ക് വേണം. 2000 രൂപ ശമ്പളത്തിലാണ് എന്റെ കരിയർ ഞാൻ ആരംഭിക്കുന്നത്, എന്റെ ഒരു ജോലി ആരംഭിക്കുന്നത് 2011. അവിടെ നിന്നുകൊണ്ട് മാസം 2000 രൂപ ശമ്പളം മേടിച്ചിരുന്ന ദീപക് ഇന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു, എന്റെ ഒരു ഓർഗനൈസേഷനിൽ മാത്രം അറൗണ്ട് 100 പേർക്ക് ഇന്ന് സാലറി കൊടുക്കുന്ന ലെവലിലേക്ക് മാറി. 7 ബ്രാഞ്ചുകളുണ്ട്. ഓൾ കേരള 7 ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനം. അങ്ങനെയുള്ള ഒരു 3-4 സ്ഥാപനങ്ങൾ ഒരു 2000 രൂപ ശമ്പളക്കാരന് മാറണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീപകിന്റെ ലിമിറ്റേഷൻസ് ദീപക് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്തപ്പോഴാണ്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വിജയിച്ചു എന്നല്ല പറയുന്നത്. ആ ലിമിറ്റേഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ 1 ഡിഗ്രി ചേഞ്ച് നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. സ്ലൈഡുകളുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾ എഴുതി വെക്കേണ്ട. നിങ്ങൾ നമ്മൾ ആ പോയിന്റ് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ.
നമ്മുടെ കൂടെ തന്നെ ഇപ്പോ നിങ്ങളുടെ ഓർഗനൈസേഷൻ എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെ, നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഈ കോയിൻ ഫോർജ് പോലുള്ള ഓർഗനൈസേഷനിൽ നമുക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. 100 പേരെടുത്താൽ ഈ 100 പേരിൽ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരിലാവും. അതൊരിക്കലും തെറ്റല്ല. എന്താണെന്നറിയോ? 42 ഡിഗ്രി നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്. ഇപ്പൊ നിങ്ങളെ വെള്ളം ചൂടാക്കുന്നത് കാണുന്നുണ്ടാവും. ഹലോ, വെള്ളം ചൂടാക്കുന്നത് കാണുന്നുണ്ടല്ലോ. 42 ഡിഗ്രി വെള്ളം ചൂട് എന്ന് പറഞ്ഞാൽ മോശം ചൂടൊന്നല്ലേ. ഈ വെള്ളം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? അതായത് നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. ഓക്കെ, പുറത്തുള്ള നോർമൽ ടെമ്പറേച്ചർ 37 ആണെങ്കിൽ ഒരു 42 ഡിഗ്രി വെള്ളം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാം വാട്ടർ എന്ന് പറയും. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പറയാണ് ഒരു ദിവസം ചൂടുവെള്ളം എടുത്തോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവരും ചൂടുവെള്ളം കൊണ്ടിരുന്നു. അമ്മയോട് പറയണം ഒരു കുറച്ച് നേരം ചൂടുവെള്ളം എടുക്കൂ. ഈ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു 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 ജസ്റ്റ് വാം വാട്ടർ, ഹോം വാട്ടർ. അത് ഒരുപാട് ഹോട്ടല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ ഒരുപാട് ഹോട്ടല്ല, എന്നാൽ എന്താണത്? കുറച്ചൊക്കെ എന്താണ്, ചൂടുള്ള വെള്ളമാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ കൂടെ ഉണ്ട്. അതായത് അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് അവർ ഹോട്ടല്ല. അവരുള്ളിൽ ഈ സാധനം കോൺസെപ്റ്റ് കയറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കയറിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പം വർക്ക് ചെയ്യും, ചിലപ്പോൾ ഇന്ന് ഒരു എന്തെങ്കിലും ഒരു നോ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ കുറച്ചു നേരം ഇന്ന് സ്ലോ ആവാനുള്ള ചാൻസും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹോട്ടായിട്ടില്ല, വലിയ കാര്യങ്ങളും വരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തികൾ ഈ 42 ഡിഗ്രി അവർ മനസ്സിലാക്കിയത് ഇതിനെ വീണ്ടും ചൂടാക്കി വരാണ്. അപ്പൊ ഈ 42 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് കംഫർട്ടബിൾ പ്ലേസ് ആണ്. റിജക്ഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ, നോയൊക്കെ പറയുമ്പോൾ 1-2 ദിവസം ലീവ് എടുക്കാം. അതല്ലെങ്കിൽ ഓണവും വിഷുവും ഒക്കെ വരുന്ന സമയത്ത് ഒരു 5-6 ദിവസം ലീവ് എടുക്കാം. പൈസ കുറച്ച് ആവശ്യം വരുവാണെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലി അല്ല പറയുന്നിട്ടാ, ഞാനൊരു ഗ്രൂപ്പ് എന്നുള്ളതാണ് പറയുന്നത്. ഏത് ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും, ഏത് കമ്പനിയിലും ഉണ്ടായിരിക്കും. കാരണം അവര് വാമാണ്, പക്ഷെ ഹോട്ടല്ല. അവരൊരു ആവറേജ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ വിജയിച്ച ഏത് വ്യക്തികളെ നിങ്ങൾ എടുത്തോ, സിനിമ ഇൻഡസ്ട്രി എടുത്തോ, നിങ്ങൾ പൊളിറ്റിക്സ് ഇൻഡസ്ട്രി എടുത്തോളൂ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖല എടുത്തോളൂ. ഇവിടെയൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയും ഒരു ആവറേജ് മൈൻഡ് സെറ്റോട് കൂടി ലോകം കീഴടക്കിയിട്ടില്ല. ലയണൽ മെസ്സി ആവറേജ് മൈൻഡ് സെറ്റോട് കൂടി വന്ന് വിജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രൂഫ് കൊണ്ടോ? ഒരിക്കലുമല്ല. അദ്ദേഹം ആവറേജ് മൈൻഡ് സെറ്റ് അല്ല. ലയണൽ മെസ്സിയുടെ എനർജി ഇത്രയാണോ? അല്ല. മമ്മൂക്കയുടെ ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നു. ആ മനുഷ്യന് എന്ത് അസുഖമാണെന്ന് പോലും പുറത്തു വിട്ടിട്ടില്ല, പക്ഷെ എന്തോ അസുഖം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നത് ഹൈ എനർജിയോട് കൂടിയാണ് തിരിച്ചു വന്നത്. കാരണം 42 ഡിഗ്രി അല്ല മമ്മൂക്ക, കംഫേർട്ട് സോൺ ഓൾറെഡി ഇവർ ബ്രേക്ക് ചെയ്തു. സോ നമ്മൾ 42 ഡിഗ്രിയിലുള്ള ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ലീഡറാണ്. ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി പോലും, ഇന്ന് ഈ ഓർഗനൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി പോലും നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ലീഡർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ നാളെ 100-1000 പേരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി ആസ് എ ലീഡർ, ഒരാൾ പോലും ഇല്ലാത്ത ടീം ലീഡർ ആണെങ്കിൽ പോലും നാളെ ടീം വരും. നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ടീം ഉണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി, നിങ്ങൾ 42 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ കൂട്ടണം. പ്ലസ് നിങ്ങളുടെ ടീമിലുള്ള 42 ഡിഗ്രിക്കാരനെ ചൂട് കൂട്ടുക, അല്ലെങ്കിൽ അടുത്ത ഡിഗ്രിയിലേക്ക് എത്തിക്കലാണ് ആസ് എ ലീഡറുടെ ഡ്യൂട്ടി. അപ്പൊ 42 ഡിഗ്രി ഏകദേശം ഒരു ആവറേജ് കിട്ടിയോ? ആവറേജ് മൈൻഡ് സെറ്റ് ഉള്ള, ലോ എനർജി ഉള്ള, ചൂടുണ്ട്, എന്നാൽ എന്തല്ല, വാമാണ്, പക്ഷെ എന്തല്ല, ചൂടായിട്ടില്ല. എന്നാൽ അടുത്തൊരു ഡിഗ്രി നോക്കി നോക്കൂ. അടുത്തൊരു ഡിഗ്രി ഭയങ്കര രസമാണ്. എന്താണ് അടുത്ത ഡിഗ്രി? വാട്ടർ ഈസ് ഓൾമോസ്റ്റ് ബോയിലിംഗ് ആണ്, തിളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. എന്താണ്? ഓൾമോസ്റ്റ് ആണ്. ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ കാറ്റഗറിയാണ്. എന്താണ്? ഹൈ എനർജിയാണ്. ആണോ അല്ലേ? ഉല്ലാസ്, നമ്മുടെ ടീമിന്റെ എനർജി ഭയങ്കര കൂടുതലാണ്. എന്നാൽ എന്തല്ലാന്നറിയോ? ട്രെയിനിങ് കഴിഞ്ഞ് RTP കഴിഞ്ഞ് അടുത്തൊരു 5 ദിവസം നോക്കണ്ട സാറേ, ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. ഒരു 7 ദിവസം കഴിഞ്ഞു, ഒരു 8ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഒന്നങ്ങോട്ട് തണുക്കും. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ അടുത്ത ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അടുത്തൊരു പ്രോഗ്രാമോ വേണ്ടി വന്നേക്കാം. ഞാൻ പറഞ്ഞത് വ്യക്തിയല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ. ഇവർക്കൊരു സ്വഭാവ സവിശേഷതയാണത്. അപ്പൊ ഇവര് എനർജറ്റിക് ആണ്, പക്ഷെ കൺസിസ്റ്റന്റ് അല്ല. ഏകദേശം വിജയത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഏകദേശം എന്തെത്തിയിട്ടുണ്ട്? വിജയത്തിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന ആൾക്കാരാണ് ആര്? 99 ഡിഗ്രി. ഞാൻ ചോദിക്കട്ടെ, 99 ഡിഗ്രി വെള്ളം ചൂടായി, നല്ല ചൂടാണ്, കുടിച്ചാൽ പൊള്ളുന്ന ചൂടുണ്ട് 99 ഡിഗ്രിയിൽ.
പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരിക്കൽ പോലും നമ്മൾ ഇതിൽ എന്തുണ്ടാക്കാറില്ല, ചായപ്പൊടി പോലും ഇടാറില്ല. സത്യമാണോ അല്ലേ? ഇവിടെ ചേച്ചിമാരുണ്ടല്ലോ, അല്ലെ? ഇവിടെ ലേഡീസ് ഉണ്ടല്ലോ. ഇവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, തിളയ്ക്കാത്ത വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചായപ്പൊടി ഇടുന്നില്ല. വെള്ളം അത് നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ അല്ലേ? എന്നാൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അത്ര ചൂടും ഉണ്ട്. ഈ ചൂടിൽ നമ്മൾ കുടിച്ചാൽ പുള്ളി പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ടീമിൽ 99 ഡിഗ്രിക്കാരുണ്ട്. അവരാണ് ഭൂരിഭാഗം ഉണ്ടാവുക. അവർ ഹൈ എനർജിയാണ്, ബട്ട് എന്തല്ല, കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ ഒരൊറ്റ ഡിഗ്രിയിൽ ഒരു ചേഞ്ച് വരുത്തിയപ്പോ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഡിഗ്രിയിൽ, ആ 99 ഡിഗ്രിയിൽ നിന്നും, ശ്രീദേവി മാഡം ഓക്കെ അല്ലേ, 99 ഡിഗ്രിയിൽ നിന്നും നമ്മൾ ഒരു ഡിഗ്രി കൂടെ അങ്ങോട്ട് കൂടിയപ്പോ വെള്ളം തിളച്ചു മറിയാണ്. അപ്പൊ ശ്രീദേവി മാഡത്തിന് തോന്നുകയാണ് ഇപ്പൊ ചായപ്പൊടി ഇട്ടാൽ ഇതങ്ങോട്ട് പൊന്തി വരും. ആണോ? അവിടെ 100 ഡിഗ്രിയിലേക്ക് എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. ആ 99 ഡിഗ്രിയിൽ നിന്നും ഒരു ഡിഗ്രിയിലേക്ക് ഒന്ന് മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ പവർ കാണിക്കാൻ തുടങ്ങുന്നത്. 2004 തോന്നുന്നു സുനാമി നടന്നത്. അതുവരെയും ബീച്ചിൽ പോകാൻ എല്ലാവർക്കും ധൈര്യ. ഇപ്പൊ ബീച്ചിൽ എങ്ങാനും ഒന്ന് തിരമാല ഒന്ന് പൊന്തി അടിച്ചാൽ നമ്മുടെ ഉള്ളിലൊരു തോന്നലാണ് ഇതെങ്ങാനും സുനാമി ആണോ? നാണോ അല്ലേ? വെള്ളത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയത് സുനാമി വരേണ്ടി വന്നു നമുക്ക് അതിന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാവാൻ. എന്നാൽ വെള്ളത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഡിഗ്രിയിൽ നിന്നാണ് വെള്ളത്തിന്റെ പവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയോ, ചായ പോലും തിളപ്പിക്കാത്ത 99 ഡിഗ്രി വെള്ളത്തിൽ നിന്ന് അത് 100 ഡിഗ്രിയുടെ മേലെ എത്തിയപ്പോൾ ഇത് തിളക്കിയല്ല ചെയ്യണത്, ഇത് സ്റ്റീമാണ്. അത് തിളച്ചു മറിഞ്ഞ് ആവി വരുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തു, ആ വെള്ളത്തിന് തൊട്ടാ പണിയാണ്. ഹലോ, ആ വെള്ളത്തിന് തൊട്ടാ പണിയാണ്. ആ വെള്ളത്തിന് പവർ കൂടുതലാണ്, എനർജി കൂടുതലാണ്. നിങ്ങൾക്കറിയോ, എൻജിൻ വലിച്ചു കൊണ്ടുപോകുന്നത്, ട്രെയിൻ വലിച്ചു കൊണ്ടുപോകുന്നത്, ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഈ 100 ഡിഗ്രിയുമാണ് എന്ത് വരുന്നത്, ഈ സംഭവം വരുന്നത്. അപ്പൊ 99 ഡിഗ്രിയിൽ നിന്നും ഒരു ഡിഗ്രിയിലേക്ക് ഒന്ന് മാറിയപ്പോൾ മാസീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് വെള്ളത്തിന് സംഭവിക്കുന്നത്. ഈ വെള്ളം എൻജിൻ വലിച്ചു കൊണ്ടുപോകുന്നു, ട്രെയിനിനെ വലിച്ചു കൊണ്ടുപോകുന്നു. ട്രൂ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഈ ഓർഗനൈസേഷനിൽ തന്നെ ഒരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ ചില വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ 100 ഡിഗ്രിയാണ്. എന്നാൽ ചില സമയത്ത് ഇലിയാസ്ക്ക് ചിന്തിക്കുകയാണ്, ഇവൻ നമ്മളെ കടത്തി വെട്ടി, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നമ്മളെക്കാൾ വലിയ ലീഡേഴ്സ് ആയിട്ട് ഈ ഓർഗനൈസേഷനിൽ മാറും എന്നുള്ള പ്രതീക്ഷയുള്ള കുറെ വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ 99 ഡിഗ്രിയിൽ എന്ത് ചെയ്തു, അത് നിന്നുപോയി. എന്തോ ഒരു ഡിഗ്രി പ്രശ്നം അവർക്ക് എവിടെ വന്നതുകൊണ്ട് ആ ഒരൊറ്റ ഡിഗ്രിയാണ് അവരുടെ സക്സസിൽ നിന്ന് മാറ്റിയത്. ഞാൻ പറഞ്ഞു, അവർ സക്സസിന്റെ അടുത്തെത്തി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. സോ ഇനി നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്തെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ലീഡേഴ്സിനെ 99-ൽ നിർത്താതെ 100 ഡിഗ്രിയിലേക്ക് എത്തിക്കൂ. വെള്ളത്തിന്റെ യഥാർത്ഥ പവർ 100 ഡിഗ്രി ആണെന്ന് പോലെ തന്നെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും 100 ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇനി നിങ്ങളൊന്ന് എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലെ, ഈ ഇൻഡസ്ട്രി വേണ്ട, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേര് നിങ്ങൾ എഴുതാതെ, നിങ്ങൾക്ക് പരിചയമുള്ള 100 ഡിഗ്രിയിൽ ജീവിതത്തിൽ മാസീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് ഒരു മാസീവ് സക്സസ് ലൈഫിൽ നേടിയെടുത്ത നിങ്ങളുടെ റോൾ മോഡൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടമാകുന്ന, പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേര് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുമോ? എത്രയും പെട്ടെന്ന്. അങ്ങനെ അപ്പൊ മാത്രമേ നമുക്ക് ഈ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുള്ളൂ. 42 ജസ്റ്റ് വാം വാട്ടർ, വെള്ളം കുടിക്കാം. 99 വെള്ളം കുടിക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ചൂടാണ്. പക്ഷെ 100 ആണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, തിളച്ചു മറിഞ്ഞ് സ്റ്റീം ആയിട്ട് വരുന്നത്. നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ, ഞാൻ പറഞ്ഞു, ഈ ഓർഗനൈസേഷന്റെ പേരിൽ ഇതിലുള്ള ആൾക്കാരിടാതെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ, ലൈഫിൽ നിങ്ങൾക്ക് 100 ഡിഗ്രിയാണ് അവര്, മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അവർക്ക്, ഹൈ എനർജി ഉണ്ട് അവർക്ക്, അവര് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല. പക്ഷെ ആ ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ വലിയ ആൾക്കാരാണ് എന്ത് ചെയ്തത്, ഗ്രൂപ്പ് വന്നത്. ഇനി നോക്കി, നിങ്ങളിട്ട ആൾക്കാരുടെ പേര്, എനിക്കറിയുന്ന ആൾക്കാരുടെ പേര് ഞാൻ വായിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തത് സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു സംശയം വേണ്ട, ഒരു രാജ്യമല്ല അദ്ദേഹത്തിന്റെ കൂടെ എന്നുള്ളത്, ഒരു ലോകത്തിനെ മുഴുവൻ ക്രിക്കറ്റ് എന്ന് പറയുന്നതിന്റെ ആരാധ്യം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനമാക്കി മാറ്റിയ വ്യക്തിയാണ്. 100 ഡിഗ്രിയാണ് അദ്ദേഹത്തിന്റെ, അല്ലെ? 100ന്റെ പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ, അതിന് നമുക്ക് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന ആളാണ്. ഒരു നോർമൽ മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന മൈജി ഷാജി എന്ന് പറയുന്ന ആ വലിയ വ്യക്തി ഒന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് എന്താണ് ആ റേഞ്ച് മാറിയെന്ന് ആലോചിച്ചു നോക്കും. ഷാഫി പറമ്പിൽ, ഇന്ന് നോക്ക്, ഷാഫി പറമ്പിലിനെ കാണാൻ പോയ എന്റെ സുഹൃത്ത് ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ട്, അവർ മീറ്റിംഗിൽ കയറിയിട്ടുണ്ടാവും.
അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ കേസിൽ പോകുമ്പോഴും ആ ഹോസ്പിറ്റൽ മുഴുവൻ അദ്ദേഹത്തിനെ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാനാണ്. നമ്മൾ എത്ര പേര് ഹോസ്പിറ്റലിൽ കിടന്നു, എന്ത് ഇദ്ദേഹത്തെ കാണാൻ പോയത്? ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിയിൽ 100 ഡിഗ്രിയാണ്, പിടിച്ചു കെട്ടാൻ കഴിയാത്ത ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഓരോരുത്തരും, ബോബി ചെമ്മണ്ണന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഒരു നോർമൽ വ്യക്തി ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ല. അദ്ദേഹം 100 ഡിഗ്രിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, താങ്ക് യു സോ മച്ച്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കൂ 100 ഡിഗ്രിയാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുകൊണ്ട് പോവാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് 99 ഡിഗ്രിയിലും അല്ലെങ്കിൽ 42, നിങ്ങളുടെ ഇൻഡസ്ട്രിയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മൂന്നാല് എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇലിയാസ്ക പറയാണ്. അതായത് ഒന്നാമത്തെ ഒരു കാര്യം എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ മനസ്സിലാവും. കാരണം തിയറി ഒരുപാട് പറഞ്ഞാൽ നമുക്ക് തലയിൽ കയറില്ല, എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ആരെയും കുറ്റം പറയല്ല, ആരെയും എന്നെ മാത്രം നോവിക്കാന ജഗതി പറയുന്നുണ്ട്, എന്നെ ഉദ്ദേശിച്ചാണെന്ന് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, 42 ഡിഗ്രി ഉള്ള ആള് രാവിലത്തെ 7 മണിയുടെ മീറ്റിങ്ങിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, 42 ഡിഗ്രിക്കാരനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ 42-നുള്ള ക്യാരക്ടർ ആണല്ലോ ഈ ചങ്ങായി പറഞ്ഞത്, ഇന്ന് മാറണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണേ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ അത് ബോധ്യപ്പെടുത്തി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമ്പിൾ എത്തിയാൻ പറ്റുള്ളൂ. അപ്പോ മോർണിംഗ് മീറ്റിംഗിലേക്ക് നോക്കി, ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന മെയിൻ സാധനങ്ങൾ ഇട്ടാ. നിങ്ങൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ 100 ആകും. പക്ഷെ നിങ്ങളുടെ ടീമിൽ വന്ന ആള് 42 ആണോ, ടീമിൽ വന്ന ആൾ 99 ആണോ എന്ന് മനസ്സിലാക്കാൻ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ഇത് പോയിന്റ് നോട്ട് ചെയ്യാം. മോർണിംഗ് എനർജി ഉള്ള ആളെ മീറ്റിങ്ങിലേക്ക് വിളിക്കുമ്പോൾ അവർ നോക്കുകയാണ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് മീറ്റിങ്ങിന് കയറാൻ പറ്റുമോ, എനിക്ക് ഇന്നൊരു സ്ഥലത്ത് വരെ പോകാനുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത്, നോർമലി പറയും. അതാണ് മോർണിംഗ് മീറ്റിംഗിൽ 42 ഡിഗ്രിക്കാരൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാര്. എന്നാൽ എന്ത് ചെയ്യാണ്, 99 ഡിഗ്രിക്കാരനെ വിളിച്ചു. അയാൾ എന്താ പറഞ്ഞത്? ഞാൻ മീറ്റിംഗിൽ എന്തായാലും ഉണ്ടാവും സാർ, ഉറപ്പാണ്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാം, പക്ഷെ വീഡിയോ ഓഫ് ആവും, കാരണം എനിക്ക് ചെറിയ ഉറക്കക്ഷീണം ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി എത്തിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉറക്കക്ഷീണം പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ തിരക്ക് കാരണം അദ്ദേഹം ജോയിൻ ചെയ്തു. പക്ഷെ 100 ഡിഗ്രിക്കാരനെ നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല. അവൻ 6:45, 6:50 കൂടി മീറ്റിംഗ് അവരുടേതാക്കി മാറ്റാൻ വേണ്ടി ഫുൾ വൈബ്, ഫുൾ ജോറിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. 100 ഡിഗ്രിക്കാരനെ കണ്ടോ? ഇനി നമ്മൾ നോക്കേണ്ടത്, ചില പ്രതിസന്ധികൾ വരാൻ പോവാണ്. ഓക്കെ, ചില പ്രയാസങ്ങൾ വരാൻ പോവാണ്, ഒരുപാട് ഒബ്ജക്ഷൻസ് കേൾക്കാൻ പോവാണ്, ഒരുപാട് നോ കേൾക്കാൻ പോവാണ്. ഈ സമയത്തൊക്കെ ചിന്തിക്കുകയാണ്, എന്താണ് എന്റെ ലൈഫിൽ മാത്രം ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്ന ആൾക്കാർ മാത്രം എന്താണ് മെമ്പർഷിപ്പ് എടുക്കാത്തത്? ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ആളുകൾ നോ പറയുന്നത്? ഈ നമ്മൾ മറ്റുള്ളവർ എടുക്കാത്തതോ നമ്മളെ പ്രതിസന്ധിയോ നമ്മൾ നമ്മുടെ കുറ്റങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ 42 ഡിഗ്രിക്കാരന്റെ സൂചനയാണ്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? എന്നാൽ 99 ഡിഗ്രിക്കാരൻ എന്താ പറയുന്നറിയോ? നോക്കട്ടെ, ഞാനത് ക്ലിയർ ചെയ്യാൻ നോക്കാം. എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഞാനത് ക്ലിയർ ചെയ്യാം. എന്നാൽ 100 ഡിഗ്രിക്കാരനോ? ചലഞ്ച് അക്സെപ്റ്റഡ്. അവൻ അവനോട് ചലഞ്ച് ചെയ്യാണ്. ഇനി എന്നോട് എന്ത് പറയരുത്, നോ പറയരുത്. ഇന്ന് ഞാൻ പോയിട്ട് 3 ക്ലോസ് ചെയ്യും. ദാറ്റ് ഈസ് 100 ഡിഗ്രിയാണ്. ഈ 100 ഡിഗ്രിയാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഓരോ ദിവസവും അവർ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, അവർക്ക് കുറെ പൈസ ഉണ്ട്, അവർക്ക് എന്താ പ്രതിസന്ധി ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കി, അവർക്ക് എന്താ പ്രതിസന്ധികളോ കാര്യങ്ങളൊന്നും ഇല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും പ്രതിസന്ധി ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നത്, അവർ ഇന്ന് അത് ക്ലിയർ ചെയ്യാൻ പോവാണ്. ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന മൈൻഡ് സെറ്റ് ആണ് അവർ. എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഞാൻ നേടിയിരിക്കും. ഈ മൈൻഡ് സെറ്റ് ആണ് ആർക്കുള്ളത്? 100 ഡിഗ്രിക്കാരനുള്ളത്. ഇനി ഒരു ടീം വർക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഇതൊന്നും എന്റെ ജോബ് അല്ല, അത് മറ്റവൻ ചെയ്യട്ടെ. ദാറ്റ് ഈസ് 42. നമ്മളെ നന്ദന സിനിമയിൽ കണ്ടിട്ടില്ലേ? ദോശാമണി വെള്ളം എടുത്തോ, ഞാൻ പോയി ചായപ്പൊടി എടുക്കാം, നീ പോയിട്ട് വിറക് കത്തിച്ചോ. ഇതാണ് 42 ഡിഗ്രിക്കാരൻ. എന്നാൽ 99 ഡിഗ്രിക്കാരനോ? അതൊന്നും കൂടെ നമ്മൾ ട്രൈ ചെയ്യട്ടെ എന്നാണ് പറയാ. അതേപോലെ തന്നെ എന്താണ്, മറ്റേതാണെങ്കിൽ 100 ഡിഗ്രി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു RTP വെക്കുകയാണ്, ഒരു പ്രോഗ്രാം വെക്കുകയാണ്, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ, നമുക്കിത് പൊളിച്ചെടുക്കണം സാറേ, നമുക്കിത് പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലുള്ള ആൾക്കാരാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് അടുത്തത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എനർജി ലെവലിലേക്ക് നമുക്ക് നോക്കാം. എനർജി ലെവലിലേക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓക്കെ, എനർജി പറയുകയാണെങ്കിൽ, വീഡിയോ ഓഫ് ആക്കിയിട്ട് ചിലപ്പോൾ കൈ കെട്ടിയിട്ട് കിടന്നുകൊണ്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഒരു തെറ്റുമില്ല കേട്ടാ. കാരണം എന്താണ്, ഈ മീറ്റിങ്ങിനെ പോയിന്റ് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ അത് 42 ഡിഗ്രിക്കാരൻ എന്താ ചെയ്യുന്നത്, ചിലപ്പം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ബെഡിലോ കിടന്നുകൊണ്ട് ഹെഡ്സെറ്റിൽ കേൾക്കാം. എന്നാൽ അതേപോലെ തന്നെയാണ് ഭയങ്കര സ്മൈലായിട്ട് ക്ലാപ്പ് അടിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എനർജി ഉള്ള ആൾക്കാർ. എന്നാൽ 100 ഡിഗ്രി എന്താണ്, ഫുൾ. ഇപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സെഷൻ മുഴുവൻ ചിലപ്പോൾ ആളെടുക്കും. കാരണം അവൻ 100 ആണ്, അവൻ ഹീറ്റായി നിൽക്കുകയാണ്. ഈ ഗ്രൂപ്പിലുണ്ട് 100 ഇപ്പോ. ഈ ഗ്രൂപ്പിൽ ചില മുഖങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം, അവസരം കിട്ടിയ ഞാൻ എന്ത് ചെയ്യും, 100 അല്ല 110 ആവും. കാരണം അങ്ങനത്തെ എനർജിയാണ് ആർക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്. ആണോ അല്ലേ? യെസ്. ഇനി നമുക്ക് സെയിൽസ് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. സെയിൽസ് പാർട്ടിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. ക്ലോസിംഗ് നടക്കുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ 42 പറയണം, മാർക്കറ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്, ഒരാളടുത്തും പൈസ ഇല്ല, ആരും പൈസ ഇറക്കാൻ തയ്യാറല്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണോ അല്ലേ? മാർക്കറ്റിന്റെ പ്രശ്നം, കോഴിക്കോടിന്റെ പ്രശ്നം, മലപ്പുറത്തിന്റെ പ്രശ്നം, ഇൻഡസ്ട്രിയുടെ പ്രശ്നം, ഈ രാജ്യത്തിന്റെ പ്രശ്നം. പുറത്തായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ, ശരിക്കും അവിടെ ആൾക്കാർ നന്നായിട്ട് എടുക്കുന്നുണ്ട്. അതാണ് 42 എന്നാൽ 99 മാർക്കറ്റ് ഒക്കെ ഓക്കെയാണ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് 19. എന്നാൽ 100 ഈ മാർക്കറ്റിൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? കാരണം ഇവിടെ ഇത്രയും ബിസിനസ് വളർന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യ മാർക്കറ്റിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പുറത്തെ മാർക്കറ്റ് നോക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നേടുമെന്ന് ചിന്തിക്കുന്നതാണ് എന്ത്, ആ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? സോ നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ 9 സീക്രട്ടിലേക്ക് കടക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ബേസ് കിട്ടിയോ ഇല്ലേ? 42 വ്യത്യാസം, 99 വ്യത്യാസം, 100 വ്യത്യാസം. നമ്മൾ ആരായിട്ട് മാറണം? 100 ആകും എന്നുള്ള ഉറപ്പ് ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എടുക്കണം. ലൈഫിൽ മാസീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ 100 എത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ 100 എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിന്റെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ പോരല്ലോ. എന്റെ പാർട്ട് എപ്പോഴും ഇങ്ങനെയാണ്. വൈ ആണ് ആദ്യം പറഞ്ഞുതരാം. വൈ കിട്ടിയോല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ 100 ആവണം എന്ന് കിട്ടിയോല്ലേ? 100 ആയാൽ മാത്രമേ വലിയ റീച്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ഇന്ന് എഴുതിയിട്ടുള്ള റോൾ മോഡൽസ് മുഴുവൻ 100 ആണ്. സോ ഈ 100 ആകുക എന്നുള്ളത് പറഞ്ഞു തന്നു. എങ്ങനെ ആകും എന്നുള്ളത് പറയാതെ ഞാൻ പോകാൻ പാടില്ല. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? സോ ആ ഒരു ഡിഗ്രി നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ പോണ ചേഞ്ച് ആണ്. ഓക്കെ, അതൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവാണ്. ആ എങ്ങനെയാണ് ആ ഒരു ഡിഗ്രി ചേഞ്ച് കൊണ്ടുവരേണ്ടത്? ഈ ഒരു ഡിഗ്രി ചേഞ്ച് കൊണ്ടുവന്നാൽ ലൈഫ് മാറി മറിയും. സത്യസന്ധമായി പറയാണ്, ലൈഫ് മാറി മറിയും. നിങ്ങളുടെ സെയിൽസ് മാറി മറിയും, നിങ്ങളുടെ സക്സസ് മാറി മറിയും, നിങ്ങളുടെ ലീഡർഷിപ്പ് മാറി മറിയും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് 9 സ്റ്റെപ്പാണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു ഡിഗ്രി ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, നിങ്ങളൊരു 100 നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ സെന്റൻസ്. നിങ്ങളുടെ ഒരു മന്ത്രം പോലെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടാവണം. എന്താണ്? സിമ്പിൾ. ഞാൻ പറഞ്ഞു സിമ്പിൾ ടോപ്പിക് എടുക്കൂ. 100 ആവണമെങ്കിൽ 100 ലൈഫിലൊക്കെ പഠിച്ചോ, അവർക്ക് അപാരമായ വിശ്വാസമാണ്. ബിലീവ് യു ക്യാൻ വിൻ. എന്താണ്? നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള അപാരമായ വിശ്വാസം ഉള്ള ആളുകൾക്ക് മാത്രമേ 100 ആവാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? യെസ് ഓർണോ? നോക്കി നോക്കൂ. ഇന്ന് നിങ്ങളൊരു സെയിലിന് പോവുകയാണ്. ഫസ്റ്റ് സെയിൽ നടക്കാൻ പോവാണ്. എവിടെ നടക്കണം എന്നറിയോ? നമ്മളുടെ ഉള്ളിൽ നടക്കണം. എന്താണ്? നമ്മുടെ ഉള്ളിലാണ് ആ ഫസ്റ്റ് സെയിൽ നടക്കേണ്ടത്. ദീപക്കിന് ഇന്ന് ഈ പ്രോഗ്രാം, ഇവിടെ 400 പേരുള്ള പ്രോഗ്രാം, എനിക്ക് വേണമെങ്കിൽ ഇന്നലെ പറയാം, അയ്യോ ഈ പെട്ടെന്നൊരു ടോപ്പിക് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ വിളിച്ച ലിബീഷ് ചേട്ടനോട് അമീൻ ഭായി ഞാൻ ചോദിച്ചിട്ട്, ഞാൻ എന്താ ചോദിച്ചത് അമീൻ ഭായ്, എന്താ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്? എന്റെ കയ്യിൽ ടോപ്പിക് ഒരുപാടുണ്ട് ആസ് എ ട്രെയിനർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുള്ള ഈ ടോപ്പിക്കല്ല അവർ പറഞ്ഞു തന്നത്. ഞാൻ ചോദിച്ചു, ഓക്കെ ടീം ഓക്കെയാണ്, അവർ പറഞ്ഞത് കാര്യം ടീം ഓക്കെയാണ്, ടീം നന്നായിട്ട് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്തു, ഓക്കെ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മൈൻഡിലേക്ക് വന്ന സാധനം, എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല, ഷോ പെട്ടെന്ന് 5-6 മണിക്കൂറിലുള്ള പ്രാക്ടീസ് ചെയ്യാനോ പഠിക്കാൻ പോലും സമയമില്ല, എനിക്ക് പറ്റുമോ? ദീപക് അങ്ങനെ ചിന്തിക്കരുത്. കാരണം ദീപകിന്റെ ഉള്ളിൽ ഓൾറെഡി എന്ത് വന്നു? സെയിൽ നടക്കണം അവിടെ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തികളുടെ കുറെ ആൾക്കാരുടെ മുഖം എന്റെ മനസ്സിലേക്ക് വന്നു. കാരണം ഇത് നമ്മളിവിടെ നേരെ ഫേസിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾക്ക് മുന്നേ തന്നെ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ എന്ത് നടക്കണം? ഈ വിശ്വാസം നമുക്ക് വേണോ വേണ്ടേ? ശ്രീദേവിയോട് ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ബിലീവ് യു ക്യാൻ വിൻ. അങ്ങനെ ചിന്തിച്ചവർ മാത്രമേ എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. സോ ബിലീവ് യു ക്യാൻ വിൻ. ഇഫ് യു ഡോണ്ട് ബിലീവ്, നോക്കണേ, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റൊരുത്തരും നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ചില വ്യക്തികൾക്ക്, ഇപ്പോ നോക്കട്ടെ, ദൃശ്യം 3 ഇറങ്ങുന്ന സമയത്ത് ഈ ഡയറക്ടറുടെ മൈൻഡിൽ എത്ര കാലം മുന്നേ ഈ പടം എത്തിയിട്ടുണ്ടാവും?
ഒരു ഇത്രയും വലിയൊരു പടം, അതും ഇങ്ങനത്തെ ഒരു സ്റ്റോറിയിലൂടെ പോകുന്ന ഒരു പടം, ഒരു ചെറിയ മിസ്സിങ് മതി ഒന്ന് പാളിപ്പോവാൻ. ആണോ? കറക്റ്റ് ആണോ അല്ലേ? ഈ ജീത്തു ജോസഫിന് ചിന്തിക്കുകയാണ്, ഈശ്വര മൂന്നാമത്തത് എങ്ങാനും ഹിറ്റ് ആയില്ലെങ്കിലോ, മൂന്നാമത്തത് എങ്ങാനും മോഹൻലാലിനെ കൈയോടെ പൊക്കിയാൽ, ഈ സംഭവം വന്നാൽ ആ പടം പരാജയപ്പെട്ടു അവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വിശ്വസിക്കാത്തോടത്തോളം കാലം നമ്മൾ ഒരാളും വിശ്വസിക്കില്ല. സോ അത് നമുക്കേ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ഒരു ലീഡർക്കും ഒരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, എന്തായാലും നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്, ഇതിൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട്, ഇതിൽ ഞാൻ രക്ഷപ്പെട്ടിട്ട്, ഞാൻ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടേ പോകുള്ളൂ നമ്മൾ ചിന്തിക്കാൻ പറ്റണം. നമ്മൾ 100 ഡിഗ്രിയാണ്, 42 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് നിർത്തിവെച്ച് പോവാം. 100 ഡിഗ്രി ആണെങ്കിൽ പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറണം. സക്സസ് സ്റ്റാർട്ട്സ് വെൻ യുവർ ഇന്നർ വോയിസ്. ലൈഫിൽ വിജയിച്ച വ്യക്തികളൊക്കെ അവർ ഒരുപാട് സ്വയം സംസാരിക്കുന്നവരാണ്. സ്വയം സംസാരിക്കും. പ്രതിസന്ധി വരുമ്പോ ഞാൻ എന്നോട് സംസാരിക്കും. ഷഫീഖ് സാർ, ഞാൻ എന്നോട് സംസാരിക്കും പ്രതിസന്ധി വരുമ്പോ. എന്തെന്നറിയോ ദീപക്, എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ഞാൻ എന്താ എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ അപ്പൊ നോക്കുകയാണ്, ഇത്രയൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഈ ഒരു ചെറിയ പ്രശ്നത്തിനാണോ നീ ടെൻഷൻ അടിക്കുന്നത്? പോകാൻ പറയും ആൾക്കാരോട്. നിങ്ങൾക്കറിയോ, നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മുടെ ശത്രുക്കൾ കൂടുന്നത്. നിങ്ങൾ വിജയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ലൈക്ക് കിട്ടണമെന്നില്ല. എന്നാൽ നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് നിന്നിട്ട് സാധാ ഒരു പെട്ടിക്കടയിൽ ചെയ്യാം, രാജൻ സാർ നല്ലൊരു കയ്യടി കൊടുക്കാം, ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളോട് സംസാരിക്കുക. ഏത് കസ്റ്റമർ അടുത്ത് പോകുമ്പോഴും ദീപക് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന പോലെ തന്നെ പറയും, എന്താണ് എനിക്ക് പറ്റും, അതൊക്കെ ഇതിനേക്കാൾ വലുത് ചെയ്ത് പിന്നെ നമുക്ക് എന്ത് പ്രയാസം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓരോ കസ്റ്റമർ അടുത്ത് പോകുമ്പോഴും അത് പറ്റും. കസ്റ്റമർ നോ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ എന്തേ പറയാൻ പാടൂ? എസ് എ പറയാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ മോസ്റ്റ് പീപ്പിൾ ഫെയിൽ. ഇത് എഴുതി വെക്കണം ജീവിതത്തിൽ. ഇത് ജീവിതത്തിൽ പകർത്തു, അല്ലെങ്കിൽ ജീവിതത്തിൽ എഴുതി വെക്കും. അതായത് ലൈഫിൽ ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത്, വിജയിച്ചതല്ലല്ലോ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും. ജീവിതത്തിലെ ഭൂരിഭാഗം ആൾക്കാരും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, വിജയിക്കാനുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. ഒരൊറ്റ കാര്യത്തിലാണ്. നോക്കണേ, സെൽഫ് ഡൗട്ട്. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി പോലും പരാജയപ്പെടരുത്. ഒരൊറ്റ കാര്യം ചെയ്യാൻ പാടുള്ളൂ, അവന് സ്കില്ലോ ടാലന്റോ അല്ല ഇല്ലാത്തത്, സെൽഫ് ഡൗട്ടാണ്, സ്വയം ഒരു വിശ്വാസമില്ലായ്മയാണ്. ഇത് വന്നാൽ നമുക്ക് ആർക്കും വിജയിക്കാൻ പറ്റും. പക്ഷെ ആ സെൽഫ് ഡൗട്ട് മാറ്റിയിട്ട് അവിടെ നമ്മൾക്ക് എന്താവണം? സെൽഫ് കോൺഫിഡൻസ് വരുത്താൻ പറ്റണം. അപ്പൊ എന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫെയിൽ നോട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സ്കിൽ, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ലാക്ക് ഓഫ് ടാലന്റ്, ബട്ട് ബിക്കോസ് ഓഫ് സെൽഫ് ഡൗട്ട് ആണ്. അപ്പൊ ആ സെൽഫ് ഡൗട്ട് ജീവിതത്തിൽ മാറ്റുക. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി ഒക്കെ അല്ലേ, ബിലീവ് യു ക്യാൻ എന്നുള്ള സംഭവത്തിലേക്കാണ് മാറേണ്ടത്. ചിന്തിക്കുക. അഫർമേഷൻ എന്നൊക്കെ പറയും നമ്മൾ നമ്മളോട് പറയേണ്ടത്. ഐ ആം എ വിന്നർ, മൈ സക്സസ് ഈസ് നോൺ നെഗോഷ്യബിൾ. അതൊരാൾക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല. ഞാനൊരു വിജയിയാണ്. എന്ത് പ്രയാസം വന്നോട്ടെ ഞാൻ എന്നോട് തന്നെ യെസ് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുക. രണ്ടാമത്തത് നമ്മൾ പറയാറുണ്ട്, സക്സസ് ഈസ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫേർട്ട് സോൺ എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, വലിയ ടോപ്പിക് അല്ല എടുക്കുന്നത്, ക്ലിയർ ആവില്ലേ? പക്ഷെ നമ്മൾ എവിടേക്കോ മറന്നുപോയി. നമ്മൾ എവിടേക്കോ മറന്നുപോയ സാധനത്തിന് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഷിഫ്റ്റ് ഫ്രം കംഫേർട്ട് ടു ചലഞ്ച്. ജീവിതം എന്നും ചലഞ്ചാണ്, ആണോ അല്ലേ? ഈ ചലഞ്ച് ഇല്ലാത്ത ലൈഫ് എന്ത് ലൈഫാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നെയൊക്കെ ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കില്ല. എനിക്ക് ഓടണം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്ത് 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 നമ്മുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ തന്നെ ദീപക്ക് ചിലപ്പോൾ കംഫേർട്ട് ആയിട്ട് പോകുന്ന കുറെ സാധനം ഉണ്ടാവും. ഇത് ഞാൻ ബ്രേക്ക് ചെയ്യും. കാരണം ഞാൻ ചിന്തിക്കുന്ന എന്റെ വളർച്ച അവിടെ നിൽക്കരുത്. വീണ്ടും 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 ഓടുകയാണ്. പക്ഷെ നമുക്ക് റിസ്ക് ആണ് അവിടെയൊക്കെ. പക്ഷെ നമ്മളെ ഗ്രോത്ത് സംഭവിക്കുന്നത് ഒരിക്കലും കംഫേർട്ട് സോണിൽ നിൽക്കുമ്പോഴല്ല. ഒരിക്കലും കംഫേർട്ട് സോണിൽ നിൽക്കുമ്പോഴല്ല നമ്മളെ ഗ്രോത്ത് നടക്കുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് അതിലേക്ക് എത്തുമ്പോൾ അത് വിചാരിച്ച് നമ്മളെ ഇൻഡസ്ട്രി മാറുക. അതല്ല, ഞാനിപ്പോഴും എന്റെ ഇൻഡസ്ട്രി വിട്ടിട്ടില്ല. എനിക്ക് എന്റെ ട്രെയിനിങ് വർഷങ്ങളുടെ പാഷനാണ്. ദീപക് അതേ ചെയ്യൂ. പക്ഷെ അത് ചെയ്യാൻ അറ്റ് എക്സ്ട്രീം ലെവലിലേക്ക് ഞാൻ പോവാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് പുതിയ സ്ഥലങ്ങൾ പോവുക, പുതിയ ആളുകളെ കാണുക, ആ ആളുകളെ കണ്ട് അവിടെ നമ്മൾ എൻജോയ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ ലൈഫിലാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം, ഞാൻ പറയാം, നമ്മൾ ഹിന്ദി പാട്ടൊക്കെ ഉണ്ട്, എന്താണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിടും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. ഒഴുകുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത് എന്നതുപോലെ നമ്മൾ എന്താവണം? ഒഴുകണം കിടന്നിട്ട്. അല്ലാണ്ട് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിങ്ങൾ ചിന്തിക്കല്ലേ. നിങ്ങൾക്ക് ഇന്ന് മലപ്പുറത്ത് നിന്ന് ബിസിനസ് കിട്ടുന്നില്ലേ? കോഴിക്കോട് പോയിട്ട് നിൽക്കുന്നു. കോഴിക്കോട് പോയിട്ട് ബിസിനസ് കിട്ടുന്നില്ലേ? കണ്ണൂർ പോയിട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ കൾച്ചർ പഠിക്കുക, നമ്മളെ സ്പീഡ് കൂട്ടുക, ആ ലെവലിലേക്ക് നമ്മൾ മാറുകയാണ്. ബ്രേക്കിംഗ് ലിമിറ്റ്സ്.
നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ആളുകളുമായിട്ട് സംസാരിക്കുക, അതാണ് ഏറ്റവും വേണ്ട കാര്യങ്ങൾ. പുതിയ ആളുകളെ പരിചയപ്പെടുക. ഫേസിങ് റിജക്ഷൻസ്, ഒരുപാട് റിജക്ഷൻസ് വേണം, അപ്പോഴേ നമ്മൾ പവർഫുൾ ആകാൻ പറ്റുള്ളൂ. എന്റെ അടുത്ത് പലപ്പോഴും പല ആളുകളും ചോദിച്ചു, ദീപക് എന്താണ് നിന്റെ പ്രതിസന്ധികൾ വരുമ്പോ നീ തളരാത്തത്? എന്നോട് ചോദിക്കുകയാണ്, എന്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുക, കാരണം എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചില പ്രയാസങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല, കാരണം എനിക്ക് അവരെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവരോട് ഒറ്റ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ദീപക് 2 യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. ഈ 2 യൂണിവേഴ്സിറ്റിയും എന്റെ ജീവിതം പഠിപ്പിച്ചതാണ്. അവിടെ ഞാൻ പഠിച്ച ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെ നോ കേൾക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാം. ഞാൻ പഠിച്ച 2 യൂണിവേഴ്സിറ്റിയാണ്. 2007 മുതൽ 2010 പകുതി വരെ ഞാൻ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിരുന്നു. എന്റെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കാണുകയാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് ധൈര്യം തന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ പഠനമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നോ കേൾക്കാതിരിക്കുമോ ലിബീഷേട്ടാ? എല്ലാവരും നോ, കുടുംബക്കാരും നോ, നാട്ടുകാരും നോ, അയൽവാസിയും നോ, കസ്റ്റമേഴ്സും നോ. പക്ഷെ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് 2018 മുതൽ 23 ലാസ്റ്റ് വരെ അടുത്തൊരു യൂണിവേഴ്സിറ്റി, അടുത്തൊരു നെറ്റ്വർക്ക് മാർക്കറ്റ്. ഞാൻ പറയുന്നു, ഞാൻ എവിടെയും പറയും, അഭിമാനത്തോടു കൂടി പറയും, ദീപകിന്റെ ലൈഫിൽ ദീപക് എന്തെങ്കിലും ഒരു സെൽഫായിട്ട് മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ കോൺഫിഡന്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിച്ച പാഠം തന്നെയാണ്. പ്ലസ് എനിക്ക് അക്കാദമിക്കൽ സ്കില്ല് വന്നപ്പോൾ എനിക്ക് ഗ്രോത്ത് വന്നു. പക്ഷെ ആ റിജക്ഷൻസ് കേൾക്കണം. ആ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. ടീമിനെ നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചലഞ്ചസ് മേക്ക് യു ലെജൻഡറി എന്നാണ് പറയുക. ഈ പ്രതിസന്ധികള്, ഈ പ്രയാസങ്ങള്, ഈ പ്രശ്നങ്ങൾ വന്ന് വന്ന് അതിനെ നേരിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഒരു ലെജൻഡറി ലീഡർ ആയിട്ട് മാറൂ. ഇന്ന് രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാം ഇനി വരാൻ പോണത്. സഞ്ജു സാംസനെ കുറിച്ച് നമ്മൾക്കാ ടെൻഷൻ. സഞ്ജു സാംസൺ എത്ര ഒബ്ജക്ഷൻസ് കേട്ടു ആ പാവം മനുഷ്യൻ. ആണോ അല്ലേ? നമുക്ക് തന്നെ ചിന്തിച്ചു പോയില്ലേ, കേരളത്തിൽ ജനിച്ചത് കൊണ്ടാണോ ഈ ചങ്ങായിനെ ഇന്ത്യൻ ടീമിൽ ഫുൾ ആക്കാത്ത? എന്ത് നല്ല കളിക്കാരനാ! ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിനെ പോലെ കരിയർ ഡെവലപ്പ്. കാരണം നമുക്കൊക്കെ ബിസിനസ്സാണ്. 50ഉം 60ഉം വയസ്സിലും വേണമെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ അല്ലേ? സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പീക്ക് ടൈം ഉണ്ട്. ഈ പീക്ക് ടൈമിലാണ് ഇത്രയും ഒബ്ജക്ഷൻസ് അവന് ക്രിക്കറ്റ് ടീമിൽ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്രീശാന്ത് നമ്മളെ മുന്നിലൂടെ പോയി. ഇവരൊക്കെ അനുഭവിച്ച പ്രതിസന്ധിയുടെ 1% അനുഭവിക്കാൻ പറ്റും നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അവർ കണ്ട ഒരുപാട് കളിക്കാർ, അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് ഒബ്ജക്ഷൻ. നമുക്ക് മാത്രമല്ല ലൈഫിൽ ഒബ്ജക്ഷൻസ് ഉള്ളത്. സോ ഒബ്ജക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എവരി സക്സസ്ഫുൾ പേഴ്സൺ ഹാവ് എ സ്റ്റോറി എന്നാണ് പറയുക. വെൻ ദേ സ്റ്റെപ്പ് ഇൻ ടു ഡിസ്കംഫേർട്ട് ആൻഡ് ഫൗണ്ട് ദെയർ സ്ട്രെങ്ത്. എപ്പോ നിങ്ങൾ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ സ്ട്രെങ്ത് അവിടെ കാണാൻ പറ്റും. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റ് ഒരുപാട് കാലം വർക്ക് ചെയ്തു. ഒരുപാട് എന്റെ സ്ഥാപനത്തിൽ എന്റെ ബിസിനസ് ഓണേഴ്സ്, എന്റെ സ്റ്റാഫുമായിട്ടാണ് ദീപക് ഡീൽ ചെയ്തത്. പെട്ടെന്നാണ് ദീപക് ഒരുപാട് ബിസിനസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. അത് ചില്ലറ കളിയല്ല, അത് ചില്ലറ പ്ലാറ്റ്ഫോം അല്ല. നമ്മളെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന പോലെ അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഡിസ്കംഫേർട്ട് എനിക്ക് ആദ്യത്തെ ദിവസം ഒരു ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നി. പക്ഷെ അത് പിടിച്ചു നിന്നു. അതിലൂടെയാണ് ഇന്ന് വലിയൊരു ഗ്രോത്ത് എനിക്ക് സംഭവിച്ചത്. ചെറിയൊരു കാര്യമല്ല. ഇന്ന് കോഴിക്കോട്, മലപ്പുറം, അല്ലെങ്കിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്റെ മെയിൻ സ്ട്രെങ്ത് ഏരിയ. ഒരുപാട് ഹൈ ലെവൽ ബിസിനസ് ഓണേഴ്സ് എന്റെ സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദീപക്കിന് അവരറിയുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ന് എന്നെ അറിയാം. അപ്പൊ ആ 2 വർഷം കൊണ്ട് നമ്മൾ എത്രമാത്രം ഡിസ്കംഫർട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡിസ്കംഫർട്ടിൽ നിന്നപ്പോണ്ടല്ലോ ഇന്നൊരു പവർഫുൾ ലെവലിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, കാരണം ദീപകിന്റെ സുഹൃത്തുക്കൾ ഇന്ന് ദീപകിനേക്കാൾ വലിയവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദീപകിന് ഏതായിരുന്നു കംഫേർട്ട്? ഈവനിങ് 5 മണിക്ക് എന്റെ സുഹൃത്തുക്കൾ, എന്റെ സ്റ്റാഫ്, എന്റെ കൂടുതൽ ആളുകളുമായിട്ട് ചായ കുടിക്കാൻ ഭയങ്കര രസമാണ്, കംഫേർട്ട് സോൺ ആണ്. അവരുടെ കൂടെ യാത്ര പോകാൻ കംഫേർട്ട് സോൺ ആണ്. പക്ഷെ ആ ഡിസ്കംഫേർട്ട് എടുത്തപ്പോഴാണ് ലൈഫിൽ നമ്മൾ മാറിയത്. ഇന്ന് നമ്മുടെ ലൈഫിൽ വേറെ തന്നെ ലെവലിലേക്ക് മാറിയത് ആ ഒരു ഡിസ്കംഫർട്ടിലേക്ക് മാറുമ്പോഴാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഡിസ്കംഫേർട്ട് ആണ്. മൂന്നാമത്തത് 100 ഡിഗ്രിയിൽ ജീവിതം വിജയിച്ച ഏത് വ്യക്തിക്കും അവന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട് സർ. എന്താണ്? വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട്. എവിടെ എത്തണമെന്ന് സഞ്ജു സാംസൺ അറിയാം, എവിടെ എത്തണമെന്ന് രോഹിത് ശർമ്മയ്ക്ക് അറിയാം, എവിടെ എത്തണമെന്ന് മോഹൻലാലിന് അറിയാം, എവിടെ എത്തണമെന്ന് മമ്മൂക്കയ്ക്ക് അറിയാം, എവിടെ എത്തണമെന്ന് യൂസഫ് അലിക്ക് അറിയാം. ഇത്ര വയസ്സായ മനുഷ്യൻ യൂസഫ് അലി, നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന വലിയ വ്യക്തിയാണല്ലോ, ഒരു കൾച്ചർ കൊണ്ടുവന്നതല്ലേ. ഇന്നും അദ്ദേഹം എക്സ്പാൻഷൻ മോഡിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അദ്ദേഹത്തിന് ചിന്തിക്കുകയാണ് ഇനി റിട്ടയർമെന്റ് മതി ഇതൊക്കെ, എത്ര കാലായി, എത്ര പൈസയായി, ചിന്തിക്കുകയോ പറ്റൂല. 100 ഡിഗ്രിയാണ് മനുഷ്യൻ. 99 ഇതും വെച്ച് റിട്ടയർ ചെയ്താൽ അയാൾക്ക് ജീവിതം പേഴ്സണൽ ലൈഫ് അനുഭവിച്ചൂടെ? ഇന്നും കോട്ടും സൂട്ടും ഇട്ട് പോകുമ്പോ കുറെയൊക്കെ പേഴ്സണൽ ലൈഫ് അദ്ദേഹം മാറ്റി വെച്ചിട്ടില്ലേ? പൈസ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. പക്ഷെ അവർ 100 ഡിഗ്രിയാണ്. ഇന്ന് UK, കാനഡ, US എക്സ്പാൻഷന്റെ മോഡലാണ് ലുലു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് യൂസഫ് അലി. കാരണം യൂസഫ് അലിക്ക് അറിയാം, അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്റെ ലൈഫ് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ് ആര്? യൂസഫ് അലി. അതുകൊണ്ടാണ് യൂസഫ് അലിക്കായിട്ട് മാറിയുള്ളത്. സോ ക്ലാരിറ്റി വേണം. ജീവിതത്തിൽ വിജയിച്ചവർ, നമ്മൾക്ക് നമ്മുടെ ക്ലാരിറ്റി ഒരു വെള്ള പേപ്പറിൽ എഴുതാൻ പറ്റണം. ഈ സെഷൻ കഴിഞ്ഞ് 8:15 കൂടി ഞാൻ ഇറങ്ങും. പക്ഷെ ഒരു 10 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും. വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിൽ, നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ, റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ക്ലാരിറ്റി വേണം. ഒരൊറ്റ വെള്ള പേപ്പറിൽ ഒരു 3-4 സെന്റൻസിൽ എഴുതണം, എന്താണ് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഇത് എത്തുള്ളൂ. സോ ക്ലാരിറ്റി. ദീപക്കിന് 2007 ആദ്യമായിട്ട് മൈക്ക് കിട്ടിയത്. ആദ്യമായിട്ട് ഞാൻ മൈക്ക് പിടിച്ചത് 2007, 2008 ഇത് ഒരു ട്രെയിനിങ് ലെവലിലേക്ക് വരുന്നത്. ബാക്കി സ്കൂളിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഈ 2007 ഞാൻ മൈക്ക് എടുത്തപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇഷ്ടമായത്തോടു കൂടി ഞാൻ മൈക്ക് എടുത്താണ്. അന്ന് തീരുമാനിച്ചതാണ് എന്ത്, ഇനി എന്റെ കൂടെ എന്തുണ്ടാവണം, മൈക്ക് വേണം. എനിക്ക് ഈ മേഖലയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറണം. അതിന്റെ ഇടയിൽ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ട്രെയിനിങ് കൊണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ട്രെയിനിങ് എന്റെ കൂട്ടുകാരനാ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. എന്നിട്ട് ബിസിനസ് ചെയ്തു, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ആ ട്രെയിനിങ് മുറിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2007 മുതൽ ദീപക് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം 17 വർഷമാണ്. ഈ 17 വർഷത്തെ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. കാരണം എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എന്റെ ട്രെയിനിങ്ങില് ഞാൻ എവിടെ എത്തണം എന്നുള്ള ക്ലാരിറ്റി എനിക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സോ ഇന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള ക്ലാരിറ്റി നമ്മൾ എഴുതി വെക്കും. ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ എന്നാണ് പറയുക. ഇഫ് യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് യുവർ ഗോൾ, യുവർ മൈൻഡ് വിൽ വാണ്ടർ. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മോഹൻലാൽ പറഞ്ഞ പോലെ ഭ്രാന്തനെ പോലെ ഓടരുത്. ഭ്രാന്തനെ പോലെ ഓടും. നാട്ടുകാർ ചിന്തിച്ചോട്ടെ നമ്മൾ ഓടുകയാണെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് ഓടരുത്. നമുക്കൊരു സെറ്റ് ചെയ്യണം. നമ്മൾ അവിടെ വരെ നമ്മൾ പോകാൻ പാടും. അതിന്റെ അപ്പുറത്ത് അതിന്റെ ഉള്ളിൽ എങ്ങനെയും ചെയ്യാം. അല്ലാണ്ട് അലക്ഷ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കരുത്, എവിടെ എത്തില്ലേ. സോ നമുക്ക് 100 ഡിഗ്രി ആവണം, ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ക്ലാരിറ്റി. ഇന്ന് കൊണ്ടുവരണം ക്ലാരിറ്റി. എന്താണ് എനിക്ക്, നിങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ക്ലാരിറ്റി. എനിക്ക് ഈ മാസം എന്താണ് ആവശ്യം, എത്ര പൈസ എനിക്ക് ഉണ്ടാക്കണം, എത്ര പുതിയ മെമ്പേഴ്സിന് എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരണം, എത്ര സെയിൽ എനിക്കിത് കൊണ്ടുവരണം, എന്റെ ഫാമിലിക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ കൂടെ ആഡ് ചെയ്യും. അവരെ കൂടെ ആഡ് ചെയ്യണം. 26-ാം തീയതി എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇരിട്ടിയിൽ. ഇപ്പൊ നല്ല തിരക്കാം. ഇരിട്ടിയിൽ വലിയൊരു ഇവന്റ് വരികയാണ്. 26-ാം തീയതി രാവിലെ. ഞാൻ എന്താ എന്റെ അമ്മയോടും എന്റെ മക്കളോടും ഇന്നലെ രാത്രി പറഞ്ഞത്, എന്തായാലും ഞാനും വൈഫും പോകുന്നുണ്ട്, റൂമും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ആ യാത്ര നമുക്കൊരു ടൂർ ആക്കി വരിക. കാരണം നമ്മുടെ ഫാമിലിയും കൂടെ നമ്മളെ ഗോളിലേക്ക് ആഡ് ചെയ്യും. കാരണം ഇപ്പൊ എനിക്ക് അതേ പറ്റുള്ളൂ. കാരണം എന്താ, എനിക്ക് ട്രെയിനിങ് വിടാൻ പറ്റില്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂർ പോകുമ്പോൾ അവരും വന്നോട്ടെ ടൂർ, ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ടൂർ അടിച്ച് വരും. അങ്ങനെ നമുക്ക് എത്തിക്കാൻ നമുക്ക് പറ്റി. സോ അത് നമ്മുടെ ഗോളാണ്. ക്ലിയർ ആണല്ലോ. വൈ ദിസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എഴുതി വെക്കുക. ആ എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഒരു പോയിന്റും കൂടെ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 സെക്കൻഡ് നമുക്ക് ഗ്യാപ്പ് എടുക്കാം. ഓക്കെ. അപ്പൊ ക്ലാരിറ്റി വന്നാൽ കൺഫ്യൂഷൻ ഇല്ലാതായി മാറുകയാണ്. ഈ കൺഫ്യൂഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ എനർജി കൂടുകയാണ്. എന്താ എന്റെ എനർജി, ഇങ്ങനെ 4 മണിക്കൂർ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുത്തരാം. ഈ സീറ്റിൽ നിന്ന് ഇപ്പൊ ഇരുന്ന് എടുത്തു തരാം. കാരണം എന്താ, എനിക്കിത് ഇഷ്ടമാണ്. കാരണം ദീപക്കിന്റെ ക്ലാരിറ്റി ആവാം ഒരു പക്ഷെ ആ എനർജിയിലേക്ക് തന്നത്. സോ നിങ്ങൾക്കും ആ ക്ലാരിറ്റി എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി എന്ന് പറയും. മോട്ടിവേഷൻ ഇതൊക്കെയാണ് ഇന്റൻസിറ്റി. എന്നാൽ കൺസിസ്റ്റന്റ് ആവണം നമ്മൾ. മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ ഇറങ്ങും. പക്ഷെ ആ സംഭവം നമുക്ക് വേണം. പക്ഷെ കൺസിസ്റ്റൻസി വേണം. ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ബ്രൂസിലി പറഞ്ഞതുപോലെ തന്നെ 1000 അടവുകൾ പഠിച്ചവനല്ല എനിക്ക് പേടി, പക്ഷെ ഒരൊറ്റ അടവ് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തവൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി. ഒരുപാട് കാര്യമല്ല ചെയ്യേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കുന്ന, വിജയിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത്. ആ കൺസിസ്റ്റൻസിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ലക്ഷ്യം കൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾ സെയിൽസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് ചെയ്തോ.
നിങ്ങൾ രാവിലെ എം സി ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എം സി ചെയ്യും. നിങ്ങൾ രാവിലെ സ്പീച്ച് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു നോക്കും, നിങ്ങൾക്ക് അത് മുറിച്ചു കൂട്ടാൻ പറ്റും. എനിവൺ ക്യാൻ ബി എനർജറ്റിക് ഫോർ വൺ ഡേ. ഓർത്തു വെക്കുക, ആർക്കും പറ്റും. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ആവേശത്തോടു കൂടി ഞാനിത് പൊളിച്ചെടുക്കുമെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ചാമ്പ്യൻസ് ആർ കൺസിസ്റ്റന്റ് എവരി ഡേ. ആണോ അല്ലേ? ഇന്നും സച്ചിൻ പോയാൽ അയാൾ ക്രിക്കറ്റ് കളിക്കണം. എന്ത് മനുഷ്യനാണ് അയാൾ എന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്താ അയാൾക്ക് നേടാനുള്ളത്? അയാൾ എപ്പോഴും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ കണ്ടാലും ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? വിരാട് കോഹ്ലി, നിങ്ങൾ ഈ ആളുകളുടെ അടുത്ത് പഠിച്ചു നോക്ക്. അവരൊരിക്കലും ഒരു ദിവസം കൊണ്ട് നിർത്തുകയല്ല. ആ ക്ലാരിറ്റി ഉണ്ട് അവർക്ക്. അവര് കൺസിസ്റ്റന്റ് ആണ്. സോ ചാമ്പ്യൻസ് ആർ കൺസിസ്റ്റന്റ് എവറി ഡേ എന്നാണ് പറയാ. നമ്മൾ ചാമ്പ്യൻസ് ആണോ അല്ലേ? 100 ഡിഗ്രിക്കാരനാണോ അല്ലേ? 100 ഡിഗ്രി ആവണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞു. ഒന്നാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? ബിലീഫ് സിസ്റ്റമാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വാളിറ്റി എന്തായിരുന്നു? ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. നാലാമത്തെ ക്വാളിറ്റി എന്താണ്? കൺസിസ്റ്റൻസിയാണ്. ഈ പോയിന്റ് ക്ലിയർ ആണോ അല്ലേ? 5ലേക്ക് പോട്ടെ ഞാൻ. ഓക്കെ ആണോ? ഒരാൾക്ക് ഈ ഒരു 4 പോയിന്റ് മാത്രം ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റും? ആർക്കൊന്ന് പറയാൻ പറ്റുക? ലൈഫിൽ ഇനി 100 ആവും നമ്മൾ. എപ്പോ ചാൻസ് കിട്ടിയാലും നമ്മൾ കയറി എടുക്കുക. ഓക്കെ, ആരാ പറയാ? ഒരു മനുഷ്യന്, ബിക്കോസ് ഇഫ് യു ഡോണ്ട് ബിലീവ് ഹു എൽസ് വിൽ ബിലീവ് എന്നുള്ള വളരെ ഒരു സ്റ്റാൻഡിങ് പോയിന്റ് ആയിരുന്നു അത്. പിന്നെ ഷിഫ്റ്റ് ഫ്രം കംഫർട്ട് ടു ചാലഞ്ച്, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു ചാലഞ്ചിങ് മോഡിലേക്ക് മാറുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ. എത്രത്തോളം നമ്മൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണോ അത്രത്തോളം പവർഫുൾ ആയിക്കൊണ്ടുവരും. ആൻഡ് ദെൻ കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി. സോ ദീസ് ആർ ദി 4 പോയിന്റ്സ് ഐ തിങ്ക്. താങ്ക് യു സോ മച്ച് രവീന്ദ്രൻ സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്. അപ്പൊ വൺ ഡേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഡേ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഈസിയാണ്. ഡെയിലി ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് മിറാക്കിൾസ്. അത് കുറച്ച് കാര്യമാണ്, ആണോ അല്ലേ? ഡെയിലി ഡിസിപ്ലിൻ ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ. ഏത് നമ്മൾ ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ദീപക് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷൻ ഉണ്ട്. ഈ പ്രൊഫഷനോട് എനിക്ക് ഭയങ്കര ഡിസിപ്ലിൻ ആണ്. എന്നാൽ എൻ്റെ അടുത്ത് അമ്മ പറയാണ്, ഇന്നലെ പറഞ്ഞതല്ലേ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിച്ചോണ്ട് ഞാൻ മറന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചീത്ത കേൾക്കുകയാണ്. അവിടെ നമുക്ക് അത് നല്ല ക്വാളിറ്റി നല്ല പറയുന്നത്. അപ്പൊ നമ്മൾ മെത്തേഡ് കണ്ടെത്തി, ഓൺലൈൻ ഓർഡർ ചെയ്യണ പരിപാടി ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നമ്മ വിളിക്കല്ലേ, ആ നെസ്റ്റോറിൽ പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂർ. എനിക്ക് ദീപക്കൻ അതൊക്കെ ഇഷ്ടമായിരുന്നു. ഇന്ന് എന്റെ ഇഷ്ടം മാറി. അമ്മോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ, അമ്മ എനിക്കിന്ന് നെസ്റ്റോ പോകാൻ ഇഷ്ടമല്ല, എനിക്ക് ലുലു. ഞാൻ സത്യം, ഞാൻ വലിയ ക്രെഡിറ്റ് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാള്. സത്യസന്ധമായിട്ട് പറയാണ്, കോഴിക്കോടത്തെ ലുലു മാളിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. കാരണം എന്റെ ഇഷ്ടം മാറി. കാരണം എന്താ, എന്റെ ലൈഫ് എനിക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ 2 മണിക്കൂർ പോയി ക്യൂ തന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അമ്മോട് പറഞ്ഞു, ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകള്, ഞാൻ അവിടെ പോയിട്ട് ക്യൂ നിന്നിട്ട് ഞാൻ അവിടെ ബില്ലും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കത് മോശം എന്ന് വെച്ചു. സത്യമാണോ അല്ലേ? ഞാൻ എന്ത് ചെയ്തു, ക്യൂയിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാ, സാറാണ് നമുക്ക് സ്റ്റാഫ് ട്രെയിനിങ് എടുത്തത്. ആണോ? പോയില്ലേ കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. ഡെയിലി ഡിസിപ്ലിൻ ആണ്. ആ ഇരുന്ന സമയം കൊണ്ട് മൊബൈലിൽ 2 പോയിന്റ് നോട്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു ടീമിന് ട്രെയിനിങ് എടുക്കാം. ഡെയിലി ഡിസിപ്ലിൻ. അപ്പൊ ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. മാളിൽ പോകാൻ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ പല സ്ഥലത്തും പോകാൻ പറ്റില്ല. എന്റെ വൈഫിന്റെ അടുത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകും, ക്യൂ നിൽക്കുമ്പോൾ ഞാൻ പറയും, പൊന്നുമോളെ എന്നെ വിളിക്കല്ലേ. അപ്പൊ വൈഫ് പറയും, എന്താ വെറും ട്രെയിനർ ആയിട്ട് മാറും? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ അല്ലേ ഞാൻ. അവിടെ നോക്കിയപ്പോൾ ആ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ പോയി നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളോട് എന്താണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ചില സാധനങ്ങൾ വരുമ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം വലിയൊരു ഫാക്ടറാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രൊഫഷന് വേണ്ടി എല്ലാ കാര്യത്തിലും ചെയ്യണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ക്ലാരിറ്റി മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ലൈഫ് അച്ചീവ്മെന്റിനുള്ള സംഭവം ഉണ്ടാവും. അതിലേക്ക് നമ്മൾ എന്താവണം, ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് എ ലോട്ട്. ഒരുപാട് കാര്യം ചെയ്യുന്നോടത്തല്ല വിജയങ്ങൾ കിടക്കുന്നത്. സ്മോൾ റിപ്പീറ്റഡ് ആക്ഷൻ ക്രിയേറ്റ് ബിഗ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? സ്മോൾ റിപ്പീറ്റഡ് ആക്ഷൻ ക്രിയേറ്റ് ബിഗ് ട്രാൻസ്ഫോർമേഷൻ. ലിബീഷ് ഏട്ടനും അമീൻ ഭായി ഒക്കെ നമ്മളെ കഴിഞ്ഞ മാസത്തെ നമ്മുടെ ട്രെയിനിങ്ങിന്റെ സ്ലൈഡ് കണ്ടിരുന്നു. സത്യമാണോ അല്ലേ? ഈ സ്ലൈഡ് പോലത്തെ ഒരു സ്ലൈഡാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. എനിക്ക് പറയാം, 5 മണിക്കൂറല്ലേ ഉള്ളൂ, നാളെ സ്ലൈഡ് ഉണ്ടാവൂല കേട്ടാ. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര എന്താ, ഞാൻ എന്റെ എഡിറ്റർ ഇന്ന് എനിക്ക് അയച്ചു. ഞാൻ അവന് കൊടുത്ത മെസ്സേജ് എന്താ നോക്കണേ. യെസ്, അവൻ എപ്പോഴാ അയച്ചത് നിങ്ങൾ നോക്കിക്കോ. കാരണം നിങ്ങൾ തോന്നരുതല്ലത്. യെസ്, നോക്കിയേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3:03 അവൻ എന്ത് ചെയ്യേണ്ടത്, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. 3:03.
ഞാൻ അവനോട് പറഞ്ഞു, കമ്മിറ്റ്മെന്റ് യു ആർ 100 ഡിഗ്രി. അവനാണ് PPT ഉണ്ടാക്കി, അവൻ 100 ഡിഗ്രിയുടെ പോയിന്റ്, അവൻ 100 ഡിഗ്രി ആണോ അല്ലേ ലിബിഷ് ചേട്ടാ? വെറും ഭ്രാന്തനാണ് അവൻ. ഈ PPT ഉണ്ടാക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ലൈഫ് അവൻ ആലോചിച്ച് നോക്കിയ എക്സാമ്പിൾ ആണ്. ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയാണ്. അവൻ ഒരു ട്രെയിനറാണ്. ഞാൻ അവനെ കുറിച്ച് പറയാതെ പോകരുത്, കാരണം എല്ലാവർക്കും ട്രെയിനിങ്ങിലല്ലല്ലോ ഹിറ്റ് ആവുക, ഓരോരുത്തർക്കും ഓരോ ഇൻഡസ്ട്രിയിൽ. അപ്പോ ഇവന് ഞങ്ങളുടെ ഒരു സൂംബ ട്രെയിനർ ആയിട്ട് വന്നതാണ് നമ്മുടെ സ്ഥാപനത്തിൽ. പക്ഷെ ഇവന്റെ ഐപാഡിൽ അമീൻ ഭായി ഐപാഡിൽ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തായാലും വിചാരിച്ച സമയത്ത് എഡിറ്റിംഗ് കിട്ടുന്നില്ല, എടാ നീ ഒന്ന് ചെയ്ത് നോക്കടാ. അവന് സൂപ്പർ ആയിട്ട് പോസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ കുറേ വർക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് വന്നു, എന്റെ വൈഫും ഞാനും വൈഫൊക്കെ BNA ഉള്ളോടൊന്നും ഒരുപാട് വർക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഇത് മുഴുവൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്റെ PPT-കൾ ചെയ്തു തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ നീ സൂംബ വിട്ടാലും നിന്റെ സ്കില്ല് ഇതാണ്, ഇത് വിടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ സൂംബയുണ്ട്, അവൻ ജിം ട്രെയിനറാണ്, ഗൾഫിൽ പോയി. അപ്പൊ അവൻ അപാര കമ്മിറ്റഡ് ആണ്. അവിടെ പോയ സ്ഥലത്ത് അവന് ജിം ട്രെയിനറാക്കി എടുത്തു. ജിം ട്രെയിനർ അവൻ പോയി കണ്ടു കഴിഞ്ഞാൽ ആള് വിടില്ല. അവൻ അത്രയ്ക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബിസിനസ് ഇത് ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവൻ ജിം ട്രെയിനറാണ്. പിന്നെ എന്റെ PPT-കളൊക്കെ നമ്മളിപ്പോ ഈ മെയ് മാസത്തിൽ നമ്മളെ ട്രെയിനിങ്ങിനൊക്കെ അവനെ PPT ഗൾഫ് നയിച്ചിട്ടുണ്ട്. ഇന്ന് അവന് അവിടുത്തെ ഏറ്റവും നല്ല ഒരു എഡിറ്റിംഗ് ഡിസൈനിങ് ഫേം എടുത്തു. ഇന്ന് അതിന്റെ തന്നെ വലിയൊരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് കമ്മിറ്റ്മെന്റ് ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു പോസ്റ്റർ ചെയ്യാൻ തുടങ്ങിയ വ്യക്തി ഇന്ന് ഗൾഫിൽ ജിം ട്രെയിനർ ആണ്. അവൻ ഒരുപാട് പ്രയാസത്തിലൂടെ പോയ മനുഷ്യനും കൂടെയാണ്, ഇന്ന് ജിം ട്രെയിനറുമാണ്. ഇതേപോലെ എഡിറ്റിംഗ് ഡിസൈനിങ് ഗൾഫിൽ ഒരു കമ്പനിയുടെ ഭാഗമാണ് അവൻ. അപ്പൊ ഇത് കമ്മിറ്റ്മെന്റ് ആണ്. 100 ഡിഗ്രി ആണോ അല്ലേ? സോ അത് നിങ്ങൾക്ക് ഈ നല്ല PPT ഈ രാത്രിക്ക് രാത്രി ചെയ്തെന്ന് നമ്മളെ ലത്തീഫ് മോന് നല്ലൊരു കൈയടി കൊടുക്കും നിങ്ങൾ. അത് 100 ഡിഗ്രിയാ. അതൊക്കെയാണ് ദീപകിന്റെ സത്യം. ഇന്ന് ഞാൻ ഇത്രയും സ്പീഡായിട്ട് ഓടുന്നത് എന്റെ കഴിവൊന്നല്ല, എന്റെ കൂടെ അതുപോലത്തെ കുറച്ച് ആൾക്കാരാ. ക്ലിയർ ആയിട്ട് ഇപ്പൊ ഈ സെഷൻ ഉണ്ടാവും, നമ്മുടെ റഷീദും ഉണ്ടാവും, അരുണും ഉണ്ടാവും. അവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലാന്ന്. എന്റെ വൈഫ്, ഞങ്ങളൊരു ടീമുണ്ട്. ഈ ടീം ചെയ്തപ്പോ ദീപക് ഇത് മാത്രമേ ഉള്ളൂ. സിനിമയില് തുടർ സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന റോളേ എനിക്കുള്ളൂ, അഭിനയിക്കാൻ മാത്രമല്ല, അഭിനയം അദ്ദേഹത്തിനാണെങ്കിൽ എന്റെ ട്രെയിനിങ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് പണിയില്ലേ? ഈ ടീമും കൂടെ വന്നപ്പോ എന്തായി മാറി. കാരണം ഞാൻ ഇത്ത കാര്യം ചെയ്യുന്നുള്ളൂ. എന്തിനത് പറഞ്ഞെന്നറിയണമെങ്കിൽ ദീപക് എഡിറ്റിങ്ങിന് പോകില്ല. ഈ പോയിന്റിന് വേണ്ടി പറഞ്ഞതാ. ദീപക് എഡിറ്റിംഗ് ചെയ്യില്ല, ദീപക് കസ്റ്റമറിനെ വിളിക്കില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വേറെ ടീമാണ്, അവർ എന്നെക്കാൾ നന്നായി ഇത് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുകയാണ്, ഗ്രോത്തിലേക്ക് എത്തുകയാണ്. യെസ്, അടുത്ത പോയിന്റ് ലേൺ, അൺലേൺ, റീലേൺ. ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഫാസ്റ്റസ്റ്റ് ലേണേഴ്സ് ആർ ദി ഫാസ്റ്റസ്റ്റ് ഏണേഴ്സ് എന്നാണ് പറയാ. എന്താണ്? ഫാസ്റ്റസ്റ്റ് ലേണേഴ്സ് ആർ ദി ഫാസ്റ്റസ്റ്റ് ഏണേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായി മിഞ്ഞാന്ന് പോയപ്പോ. ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയല്ലോ, നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്റെ പ്രാക്ടിക്കൽ ലൈഫാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ഒരുപാട് റോബർട്ടോ കാർലോസിനെ കുറിച്ചും ഒരുപാട് സ്റ്റീവ് ജോബ്സിനെ കുറിച്ചും പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു സംഭവം, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതായി പോകും ചിലപ്പോൾ. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. കണ്ണൂർ മാർക്കറ്റ് ദീപക്കിന് അത്ര പരിചയമുള്ള മാർക്കറ്റ്. ദീപക് കൂടുതൽ കോഴിക്കോടാണ്. ഞാൻ ശനിയാഴ്ച കണ്ണൂരായിരുന്നു. അവിടെ പോയി അവിടുത്തെ കൾച്ചർ പഠിച്ചു, അവിടെ ട്രെയിനിങ് എടുത്തു. ഇന്നലെ രാത്രി ഞാൻ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഭയങ്കര ഹിറ്റായി, നല്ലൊരു വീഡിയോ ഇട്ടു. കാരണം 130+ അവിടുത്തെ ടോപ്പ് ലെവൽ ബിസിനസ് ഓണേഴ്സിന്റെ കൂടെ കുറച്ച് പ്രോഗ്രാം എടുത്തു. അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, അവിടെ പോകുമ്പോൾ വെറുതെ കൈ വീശി പോയാൽ പറ്റുമോ? പറ്റില്ല. കണ്ണൂർ കൾച്ചർ പഠിക്കണം. കണ്ണൂരത്തെ ബിസിനസ് ഓണേഴ്സിന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ അവിടെ നമുക്ക് അതിലൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഫാസ്റ്റസ്റ്റ് ലേണേഴ്സ് ആർ ദ ഫാസ്റ്റസ്റ്റ് ഏണേഴ്സ്. ആ മാർക്കറ്റാണ് നമ്മളെ കയ്യിലേക്ക് വരുന്നത്. നോക്കി നോക്കൂ, മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പീപ്പിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ എത്രയും പെട്ടെന്ന് മാറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മാറണം. യു മസ്റ്റ് ചേഞ്ച് ഫാസ്റ്റർ എന്നാണ് പറയുക. മാർക്കറ്റ് ചേഞ്ച് ആയി, പീപ്പിൾ ചേഞ്ച് ആയി, നമ്മൾ ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ പഠിക്കണോ വേണ്ടേ? ബി ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ സ്ക്രിപ്റ്റുകൾ വേണം, പുതിയ സ്ട്രാറ്റജികൾ വേണം. ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡിഫറെന്റ് റിസൾട്ട് പ്രതീക്ഷിക്കല്ലേ. നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് റിസൾട്ട് നമുക്ക് വേണം അമീൻ ഭായ്, നമുക്ക് ഒരുപാട് റിസൾട്ട് വേണം, ഒരുപാട് സക്സസ് ഒക്കെ വേണം. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം, പിന്നെ എങ്ങനെ ഡിഫറെന്റ് റിസൾട്ട് വരിക? ഡിഫറെന്റ് റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ ശിവകേര പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? വിജയികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തവരല്ല വിജയിച്ചത്, വിജയികൾ വ്യത്യസ്ത രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി ആണ്. ദീപക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നന്നായിട്ട്, എത്രയോ നന്നായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം അവർ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാണ്. സച്ചിനും കാംബ്ലിയും ക്രിക്കറ്റ് തന്നെയാണ് കളിച്ചത്, പക്ഷേ ഒരേ സമയത്ത് തന്നെയാണ് വന്നത്. പക്ഷെ സച്ചിൻ ഡിഫറെന്റ് രീതിയിലേക്ക് ആ ക്രിക്കറ്റിനെ മാറ്റി. സത്യമാണോ?
ബി ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്, ന്യൂ സ്ക്രിപ്റ്റ്, ന്യൂ സ്ട്രാറ്റജി. മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്ക്രിപ്റ്റ് മാറ്റണം നമ്മൾ. ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് രീതിയിൽ ചെയ്താൽ മാത്രമേ ഡിഫറെന്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. നേരത്തെ ലേൺ എന്നാണ് പറഞ്ഞത്, അതുപോലെ ഒരു സാധനം പഠിക്കാനുണ്ട്, അൺലേൺ. അതാണ് ഇന്നത്തെ മെയിൻ. എന്താണ് അൺലേൺ? ഐ കാൺട്ട്, സെൽഫ് ഡൗട്ട്, ഇതൊക്കെയാണ് അൺലേൺ എന്ന് പറയുന്നത്. അതൊക്കെ മറക്കുക നമ്മുടെ ലൈഫിൽ നിന്ന്. എനിക്ക് കഴിയില്ല, അതെന്നെ കൊണ്ട് പറ്റില്ല, മാർക്കറ്റ് ഡൗൺ ആണ്, ആൾക്കാരുടെ അടുത്ത് പൈസ ഇല്ല, ആളുകൾ ഒബ്ജക്ഷൻസ് ആണ്. അൺലേൺ. അതിനെ കുറിച്ച് ബോധേഡ് ആവല്ലേ. നിങ്ങൾ ആ സമയത്ത് പഠിച്ചു, ക്ലിയർ ആണല്ലോ. ആ സമയം നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. അൺലേൺ. ഇങ്ങനത്തെ നെഗറ്റീവായുള്ള സാധനങ്ങളെ നമ്മൾ പഠിക്കണ്ട. നമ്മൾ നോക്കേണ്ടത് റീലേൺ, അതുപോലെ തന്നെ എന്താണ് ലേൺ ആണ്. വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മറ്റന്നാൾ ട്രെയിനിങ് ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ട്രെയിനിങ് ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 ഡിഗ്രിയിൽ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും വേണ്ട അടുത്തൊരു ക്വാളിറ്റി, നമ്മൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ്സ് കൺവേർഷൻ. ദീപക് ഇപ്പൊ നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സംസാരം ഒന്ന് പാളിപ്പോയാൽ തീർന്നു. ആണോ അല്ലേ? നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കൊളോക്കിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പക്ഷെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വ്യക്തമായ ബോധ്യം വേണം. ഒരു ടീം ലീഡർ ആകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങളെ ലോകം പിന്നെ കാണുന്നത്. നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങൾ കാണുന്നത്. ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. അപ്പൊ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. പീപ്പിൾ ഡോണ്ട് ബൈ പ്രൊഡക്ട്സ്, ദേ ബൈ യുവർ കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ 3ാമത്തെ സെഷനിലേക്കല്ലേ വരുന്നത്. ഇവർക്ക് എന്താ ട്രെയിനിങ്ങിന് ആളെ കിട്ടാത്തതുകൊണ്ട് അല്ല. ഇന്ന് ഇവരുടെ റേഞ്ച് വെച്ചുകൊണ്ട് കേരളത്തിലുള്ള ഏത് ട്രെയിനേഴ്സിനെ വിളിച്ചാലും വരും, പറ്റും. സത്യമാണോ അല്ലേ? അങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷെ ഇത് നമ്മൾ വിളിക്കുന്നത് ഒന്ന് നമ്മൾ ഇഷ്ടം കൊണ്ടാണ്, ആണോ അല്ലേ? ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയാം. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൽ ക്ലോസ് ആണ്. ദീപകിന് ഇഷ്ടമായത് കൊണ്ടാണ് ദീപകിന്റെ പ്രൊഡക്റ്റോ ദീപകിന്റെ സർവീസോ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല ആദ്യം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെയാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്ന രീതിയിൽ. എന്തൊക്കെയാണ്? മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ, വിശ്വാസം വരുന്ന രീതിയിൽ, മോർ ഓവർ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് പഠിക്കുക. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്ന പ്രൊഡക്റ്റും വിൽക്കാൻ പറ്റും. യുവർ വേർഡ്സ്, ടോൺ, ബോഡി ലാംഗ്വേജ്, ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഡിസൈഡ് വെദർ പീപ്പിൾ സേ യെസ് ഓർ നോ. നമ്മളെ മുന്നിൽ നിന്ന് അവന് നോ പറയാൻ പറ്റരുത് സാറേ. എങ്ങനെയാണ് ദീപക്കിനോട് നോ പറയുക? അങ്ങനെ ആവണം ഒരു കസ്റ്റമർ ചിന്തിക്കേണ്ടത്. അവന്റെ മുന്നിൽ ഞാൻ എങ്ങനെ നോ പറയും? ലേൺ ടു ടോക്ക് വിത്ത് കൺവിക്ഷൻ. ഉറപ്പോട് കൂടി, ദൃഢനിശ്ചയത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ. അല്ലാണ്ട് കൺവിൻസ് ചെയ്യല്ല. അയ്യോ സാറ് ഒരു പ്രൊഡക്റ്റ് എടുക്കും സാറേ, ഞാൻ വന്നതല്ല സാറേ, അങ്ങനെ എടുത്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് ലൈഫ് സക്സസ് ഇല്ല. നമ്മളുടെ ഇൻസ്പിരേഷൻ കാരണം, നമ്മളുടെ മോട്ടിവേഷൻ കാരണം, നമ്മുടെ ഇഷ്ടം കാരണം അവരുടെ ഇഷ്ടമായിട്ടത് മാറണം. എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ഈസ് ഓൾവേസ് എ ഗ്രേറ്റ് സെയിൽസ് പേഴ്സൺ ആണ്. സെയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അല്ലേ? അപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പോയിന്റ്, ഇപ്പൊ നേരത്തെ എന്നോട് ബിഷോനൊക്കെ പറഞ്ഞു, നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിന്റെ ക്ലാരിറ്റിയാണ് സാറേ. ജീവിതത്തിൽ ദീപക് ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് ട്രെയിനിങ് എടുത്തു, ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്തപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയി ദീപക് ശരിക്കും ഏത് ട്രെയിനിങ്ങിലേക്കാണ് മാറേണ്ടത്? അപ്പൊ നമ്മുടെ ഉൾവിളി എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഫിയർ കാരണം 2006-2005 ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ലൈഫിലെ ഡിസിഷൻ മാറ്റുന്ന അന്നാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പൊ ദീപക് എവിടെയെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ദീപകിന് കമ്മ്യൂണിക്കേഷൻ വലിയ റോളാണ്. പക്ഷേ പൈസ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടായിട്ടും, സ്കിൽ ഉണ്ടായിട്ടും, ടാലന്റ് ഉണ്ടായിട്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ വലിയൊരു ബ്രിഡ്ജ്, വലിയ പ്രശ്നമാണ് ഇത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സാധനം. ഈ സാധനം പഠിച്ചിട്ട് അവരെ ഇൻഹൗസ് ട്രെയിനേഴ്സ് ആക്കി മാറ്റുക. അവരുടെ സ്ഥാപനത്തില് സ്റ്റാഫ് ട്രെയിനിങ്, പുതിയ മെമ്പേഴ്സ് വന്നാല് അവരുടെ മെമ്പേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ലെവലിലേക്ക് അവരെ വളർത്തി കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഈ 16-ാം തീയതി ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്, പബ്ലിക് സ്പീക്കിംഗ് ഫോർ ബിസിനസ് ഓണേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ്. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ, നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? കാരണം അത് വ്യക്തമാക്കുന്നത് ഈ സാധനമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിർബന്ധമാണ് നമ്മുടെ ബിസിനസ് ഓണേഴ്സിന്. അത് വേണം. ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷെ പഠിച്ചെടുത്താൽ ലോകം കീഴടക്കാൻ പറ്റും. ലാസ്റ്റ് 3 more പോയിന്റ്. ഹാൻഡിൽ റിജക്ഷൻ ലൈക്ക് എ ലീഡർ. എനി ടൈം ശ്രദ്ധിക്കണേ,
എനി ടൈം നമുക്ക് റിജക്ഷൻസ് വരും. ഈ റിജക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നോ പറയും, കസ്റ്റമർ വേണ്ടാന്ന് പറയും, കസ്റ്റമർ പിടുക്കുന്നില്ല എന്ന് പറയും, നിങ്ങളെ ടീം മെമ്പർ ഇട്ടു പോവും, നിങ്ങളെ ടീം മെമ്പർ നിങ്ങളെ കുറ്റം പറയും. ഇതൊരിക്കലും റിജക്ഷൻസ് അല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യണത്. ഓരോ റിജക്ഷൻസും നിങ്ങളെ റിഫൈൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ദീപക്കിനെ ഈ നോ കേട്ട് നോ കേട്ട് നോ കേട്ട് ആളുകൾ തള്ളിപ്പറഞ്ഞ ആളുകൾ, ചീത്ത പറഞ്ഞ ആളുകൾ, വിമർശിച്ച് ആ കുറ്റം പറഞ്ഞപ്പോ ദീപക്കിനെ റിഫൈൻ ചെയ്യാണ്. ദീപക് അത് വീണ്ടും 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 ഫിൽട്ടർ ചെയ്ത് വരുന്നത് ഈ നോയിൽ നിന്നാണ്. മോസ്റ്റ് പീപ്പിൾ ഗിവ് അപ്പ് ആഫ്റ്റർ ഹിയറിംഗ് നോ ഫ്യൂ ടൈംസ്, ബട്ട് റിയൽ അച്ചീവേഴ്സ് ടേൺ റിജക്ഷൻസ് ഇൻ ടു ഫ്യുവൽ ആണ്. അല്ലെങ്കിൽ എന്ന് മോഹൻലാൽ പണിയെടുത്തി പോയിണ്ടാവും, തിരിച്ചു വന്നോ ഇല്ലേ? നിങ്ങൾ നോക്കുന്നു ആ മനുഷ്യന്റെ സ്റ്റോറി നിങ്ങൾ എടുക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മോഹൻലാൽ അഭിനയം നിർത്തുക, മോഹൻലാൽ ഇവിടെ ചുളിവ് മാറിയിട്ടില്ല, മോഹൻലാലിന് ബോട്ടോക്സ് എടുത്തിട്ട് മോഹൻലാൽ മാറിയെന്ന് പറഞ്ഞു. ആണോ അല്ലേ? നാട്ടുകാർ മുഴുവൻ പറഞ്ഞില്ലേ? അയാൾ ഒരു പോസ്റ്റ് ഇട്ട ഫേസ്ബുക്കിന് താഴെ. പക്ഷെ ഇന്നോ എമ്പുരാനും കൊണ്ടുവന്ന്, തുടരും കൊണ്ടുവന്ന്, ഹൃദയപൂർവ്വം കൊണ്ടുവന്ന്, രാവണപ്രഭുവും. ഇന്നിപ്പോ ഒരു പുതിയ ചെറുപ്പക്കാരൻ, നമ്മളെ പയ്യന്റെ പേര് ഷറഫുദ്ദീൻ ഒരു പടം എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പൊ ഒരു കമന്റ് ഇട്ടു, എന്റെ ലാലേട്ടാ, ഞാൻ എന്റെ ഉള്ള പൈസ മുഴുവൻ വെച്ചിട്ട് എന്റെ സ്വപ്നമായിട്ട് ഒരു പടം ഇറക്കിയപ്പോൾ നിങ്ങൾ രാവണപ്രഭു ഇറക്കിയല്ലോ, ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോന്ന്. ഏത് രാവണപ്രഭു സെക്കൻഡാ? മോഹൻലാൽ ഇട്ടൊരു കമന്റ്, ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണെന്ന്. ഷറഫു എന്ത് ചെയ്തു? ഡേറ്റ് മാറ്റി അവന്റെ റീ റിലീസ് ആക്കുകയാണ്. അതാണ് മോഹൻലാൽ. ആ റിജക്ഷൻ ആണ് ആ മനുഷ്യൻ എന്താക്കി മാറ്റിയത്. നമ്മള് തമാശ വരെ നമ്മൾ കളിയാക്കും, മമ്മൂക്ക തിരിച്ചു വന്നില്ലേ? ഇതാണ് എന്ത് ചെയ്യണത്. ഇതൊക്കെയാണ് അവര് അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. അവര് കേട്ട റിജക്ഷൻസ് ഒന്നും ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. സത്യമാണോ അല്ലേ? അതുകൊണ്ടാണ് ഈ നേതാക്കന്മാരെ നമുക്ക് ഇഷ്ടം. എന്തുകൊണ്ടാ പിണറായിനെയും VS-നെയും അതുപോലെ തന്നെ കെ കരുണാകരനെയും ഷാഫി പറമ്പിലിനെയും വീഡിയോ ഒക്കെ നമ്മളെ മനസ്സിൽ കയറിയത്? ഇവര് കേട്ട റിജക്ഷൻ ജീവിതത്തിൽ വരാൻ കേട്ടിട്ടുണ്ടാവില്ലേ, പക്ഷെ അതിനവര് ഫ്യുവലാക്കി മാറ്റി. പോവാൻ പറയും അവരവരെ, ബാക്കി അവരാണ് വിജയിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അല്ലേ? തിരുമ്പി വന്നിട്ടേന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാഫി പറമ്പിലിന്റെ താഴെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരും, അത് വരവ് വേറെ വരവാവും. ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, പക്ഷെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടം. അത് വല്ലാത്ത ലീഡർഷിപ്പാണ് ഇവരെ ആൾക്കാർ. ഓക്കെ അല്ലേ? യെസ്. ലോ ഓഫ് ആവറേജ്. ഇന്ന് മുതൽ നോ കേൾക്ക്. ഈ നോ കേട്ടവരാണല്ലോ ജീവിതത്തിൽ വിജയിച്ചത്. 10 പേരെടുത്ത് പറഞ്ഞാൽ 2 പേരെ യെസ് പറയുള്ളൂ. അതിൽ തന്നെ നമുക്ക് ക്ലോസിങ് വളരെ കുറവാകും. ലോ ഓഫ് ആവറേജ്. ലോകത്തിൽ എല്ലതും അങ്ങനെ തന്നെയാണ്. 10 പേരോട് പറഞ്ഞോ, 2 പേര് നിങ്ങളോട് എന്ത് പറയും? യെസ് പറയും. അപ്പൊ എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടുക. എനർജി സെൽസ് മോർ ദാൻ വേർഡ്സ്. ഇതാണ് വേണ്ടത്. ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കോ, പക്ഷെ നമ്മളെ മുഖത്ത് നോക്കി പറയാൻ തോന്നരുത്, അവന് ശരിക്കും എന്താണ് ഭ്രാന്താണെന്ന് പറയണം. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞിട്ടും അവന്റെ മൈൻഡ് സെറ്റ് നോക്ക്, അവന്റെ എനർജി നോക്ക്. പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞിട്ട് എനിക്കറിയാം കയ്യിൽ പൈസ ഇല്ലാതെ, കാരണം ബിസിനസ് ആണെങ്കിൽ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. പൊട്ടിപ്പൊളി നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും നമുക്ക്. പക്ഷെ സ്റ്റേജിൽ എങ്ങാനും കയറി മൈക്ക് കിട്ടിയതിന്റെ പൊന്നു സാറേ, അവിടെ എനർജിയാണ്. ദീപക്കിനറിയാം ആ എനർജിയാണ് ദീപക് ആർക്ക് കൊടുത്തത്, ലോകത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ എനർജി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് മറ്റുള്ള ആൾക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബ്രോക്കൺ ആണോ, നമ്മൾ സക്സസ് ആണോ എന്ന് ഒരുത്തരും കാണാൻ പറ്റില്ല എന്ന്, ഒരുത്തരും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ മുഖത്തുനിന്ന് പിടിക്കും. നമ്മൾ എനർജറ്റിക് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രോക്ക് ആയാലും നമ്മൾ ആൾക്കാർ കൂടെ ഉണ്ടാവും, നമ്മൾ സക്സസ് ആയാലും ആൾക്കാർ കൂടെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അറിയാം നമ്മൾ പ്രശ്നത്തിലാണെന്നില്ല, പക്ഷെ നമുക്ക് സമ്മതിക്കില്ല. പക്ഷെ ആ എനർജി ഉണ്ടല്ലോ, നമുക്ക് ആളുകൾ ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്താണെന്നറിയോ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ എനർജി വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ, ഹയസ്റ്റ് എനർജി ഓൾവേസ് വിൻസ് ആണ്. എന്താണ് ഹയസ്റ്റ് എനർജി? നോക്കിയേ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പീപ്പിൾ ഡോണ്ട് റിമെമ്പർ വാട്ട് യു സെഡ്. ഞാൻ ഉറപ്പ് പറയുന്നു, ദീപക് ഇന്ന് പറഞ്ഞ പോയിന്റ് ഭൂരിഭാഗം 100 ഡിഗ്രിയുള്ള ആൾക്കാർ മറന്നു പോകുന്ന ആളെ. പക്ഷേ നിങ്ങൾ എവിടേക്കോ ഒരു ഫീലിംഗ് വരും, ആ 1 മണിക്കൂർ ചെങ്ങായി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂപ്പര് എനർജി കൂടും. കാരണം എന്താണെന്നറിയോ, ആളുകൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ, അവരെ എങ്ങനെ കംഫേർട്ട് ആക്കി, ആ ഫീലിംഗ് ആണ് ആൾക്കാർക്ക് വേണ്ടത്. ഒരു ഫീല് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലീഡർക്ക് എനർജി വേണോ വേണ്ടേ, ഒരു ട്രെയിനർക്ക് എനർജി വേണോ വേണ്ടേ? ഞാന് എന്റെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട് ദീപിഷേട്ട്. എന്താണെന്നറിയോ, ഞാൻ തന്നെയാണ് എനിക്ക് പേരിടുന്നത്. ഓക്കെ, ദീപക് VV ഹൈ എനർജി പബ്ലിക് സ്പീക്കിംഗ് കോച്ച് എന്നാണ് ഞാൻ കൊടുത്തുള്ളത്. എന്താണ്? ദീപക് VV. എന്റെ ഡെസിഗ്നേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, കാരണം എനിക്ക് ആരും പേടിയില്ലല്ലോ. ദീപക് VV ഹൈ എനർജി പബ്ലിക് സ്പീക്കിംഗ് കോച്ച്. ഈ 300 പേരോട് ഞാൻ പറയുകയാണ്, ഞാൻ അടുത്ത എന്റെ ഡെസിഗ്നേഷൻ പോകാൻ പോണത് ദീപക് VV കേരളാസ് മോസ്റ്റ് എനർജി പബ്ലിക് സ്പീക്കിംഗ് കോച്ച് എന്ന് കുറച്ച് ഞാൻ വരും. അതിന് കുറച്ച് പണിയാണ്. അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ്. അപ്പൊ ഹൈ എനർജി പബ്ലിക് സ്പീക്കിംഗ് കോച്ച്. അപ്പൊ എന്റെ അടുത്ത് ആരും കോണ്ടന്റ് കൂടുതൽ ചോദിച്ചു വരരുത്.
കാരണം എൻ്റെ അടുത്ത് എനിക്ക് വേണ്ടത് നിങ്ങളിലേക്ക് എനർജി കൊടുക്കലാണ്. കാരണം ഒരു ട്രെയിനർക്ക്, ഒരു ലീഡർക്ക്, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എനർജിയാണെന്ന് വിശ്വസിക്കുകയാണ്. എനർജി അട്രാക്ട്സ് പീപ്പിൾ ആണ്, എനർജി അട്രാക്ട് സക്സസ് ആണ്, എനർജി അട്രാക്ട്സ് മണിയാണ്. എനർജി ഉള്ള ആളുകൾ ആ ലോകത്തിന് ഇഷ്ടമാണ്. ഈ നേതാക്കന്മാർക്കൊക്കെ എനർജി ഉണ്ട്. അപ്പൊ നമുക്കും എന്താക്കുക, എനർജി ആവാം. ഇഫ് യു ബ്രിങ് എക്സൈറ്റ്മെന്റ്, പാഷൻ ആൻഡ് പോസിറ്റിവിറ്റി ഗെറ്റ് അട്രാക്റ്റഡ് യുവർ വൈബാണ്. നമ്മൾ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ആളുകൾ നമ്മളെ തേടി വരും. എനർജി ഇല്ലാത്ത ദീപക്കിന് എനിക്കറിയാം എന്നെങ്കിലും നമ്മുടെ ലൈഫിൽ ആ എനർജി നഷ്ടപ്പെടും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ ഇഷ്ടം കുറയും. മമ്മൂക്ക എന്തിനാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ അത് തള്ളി മാറ്റുന്നത്? നമുക്ക് പറയാൻ എളുപ്പ, ആരാധകൻ വന്നതല്ലേ. പക്ഷെ മമ്മൂക്കയുടെ ഫേസ് ആണ് ലോകം കാണുന്നത്. ഈ ഫേസിന് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതുകൊണ്ടാണ് അവര് എന്നതുപോലെ ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മമ്മൂക്കനെ പോലത്തെ വലിയ ആളല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ എനർജിയാണ്. എന്നെ ആളുകൾ വിളിക്കുന്നത് എനിക്കിപ്പോഴും അറിയാം എനർജി കിട്ടാൻ, ടോപ്പിക് കിട്ടാന്നല്ല. സത്യം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. യെസ്. അപ്പൊ എല്ലാവരുടെയും ഒരു ബിസിനസ് ഓണറുടെ 100 ഡിഗ്രിയിലേക്ക് എത്താൻ ഏറ്റവും വേണ്ടത് ഹൈ എനർജി. നമ്മൾ ബ്രോക്ക് ആണോ അല്ലേ എന്ന് ആൾക്കാർ അറിയരുത്. എനർജറ്റിക് ആവുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണിക്കാൻ പറ്റണം. ലോ എനർജി കിൽസ് സെയിൽസ് എന്നാണ് പറയുക. ലോ എനർജിയോട് കൂടി സെയിൽസ് ചെയ്താൽ അത് സെയിൽസിന്റെ കില്ല് ചെയ്യാണ്. ഹൈ എനർജി ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് ഇൻസ്പിരേഷൻ. ഹൈ എനർജി ക്രിയേറ്റ്സ് ട്രസ്റ്റ് ആണ്. നിങ്ങൾ ഹൈ എനർജറ്റിക് ആയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റും മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു ഇൻസ്പിരേഷൻ ആണ് ഉണ്ടാവുക. മിനിഞ്ഞാന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതാ ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, ദീപക് ബി ഒഫീഷ്യൽ മേലുണ്ടല്ലോ. മിനിഞ്ഞാന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കി നോക്കും. ആദ്യമായിട്ടാണ് ആ ഓഡിയൻസിന് മുന്നിൽ ഞാൻ ട്രെയിനിങ് എടുക്കുന്നത്. പക്ഷെ ആ ഓഡിയൻസ് എന്റെ കൂടെ വന്നു. ഒരൊറ്റ കാര്യം, ദീപകിന്റെ കോണ്ടന്റ് കൊണ്ടല്ല, ദീപകിന്റെ എനർജി കൊണ്ട് കൂടെ വന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുവരെയും ഓക്കെയാണ്. നാളെ എനർജി കുറഞ്ഞ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എന്റെ എനർജിയുടെ കാര്യത്തിൽ. യെസ്. ഓക്കെ, ദാറ്റ് 1 ഡിഗ്രി എക്സ്ട്രാ എഫേർട്ട്. ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. എന്താണ് ആ ഒരൊറ്റ 1 ഡിഗ്രി? ദ സ്മോൾ ഡിഫറൻസ് ക്രിയേറ്റ്സ് മാസീവ് റിസൾട്ട്. ഇന്ന് ഒരുപാട് ടോപ്പിക് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ മൈൻഡ് കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുക. 1 ഡിഗ്രി, 99 ഡിഗ്രിയിൽ നിന്നും 100ലേക്ക് എത്തുന്ന സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ചൂടായത് കൊണ്ട് കാര്യമില്ല, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. എനർജി ഉള്ളത് കൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റന്റ് എനർജറ്റിക് ആവണം. മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റന്റ് മോട്ടിവേറ്റഡ് ആവണം. ഈ 1% ലൈഫിൽ നമ്മളെ മാറ്റി വെക്കേണ്ടത്. ഒരു കോള് കൂടെ, ഒരു പ്രസന്റേഷൻ കൂടെ, ഒരു സെയിൽസ് കൂടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കാരണം 1 ഡിഗ്രിയാണ്, കൂട്ടിക്കൊണ്ടേയിരിക്കുക. ആ 1 ഡിഗ്രി അഡ്വാൻറ്റേജ് ആണ്. ഓർഡിനറി പീപ്പിൾ സ്റ്റോപ്പ് അറ്റ് 99. എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ഗോ 1 സ്റ്റെപ്പ് ബിയോണ്ട്. ദാറ്റ് ഈസ് MS ധോനി. നിങ്ങൾക്കറിയോ MS ധോനിയെ കുറിച്ച് ഞാൻ പഠിച്ചു, വായിച്ച ഒരു സ്റ്റോറിയിലാണ്. BCCI പോലുള്ള സംഭവത്തില് സൗരവ് ഗാംഗുലി, സച്ചിനെ പോലെ വലിയ വലിയ ആൾക്കാർ വന്ന ക്രിക്കറ്റിൽ ഇവരൊക്കെ മാക്സിമം വിചാരിച്ച പോലെ പറ്റിയിട്ടില്ല. BCCIന്റെ അണ്ടർ കൺട്രോളായിരുന്നു ഇവരൊക്കെ. പക്ഷെ MS ധോനി എന്ന് പറയുന്ന മനുഷ്യൻ 31, 32-ാമത്തെ വയസ്സിൽ BCCIനെ പോലും എന്ത് ചെയ്തു, ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ടുവന്നെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ആ 100 ഡിഗ്രി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പലപ്പോഴും 99-ൽ ചിലപ്പം ഗാംഗുലിക്ക് നിന്ന് പോയിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ 99-ൽ സച്ചിൻ നിന്നു. പക്ഷെ അവിടെ ധോനി എന്ത് നിന്നിട്ടില്ല, വിരാട് കോഹ്ലി നിന്നിട്ടില്ല. ലയണൽ മെസ്സി 100 ഡിഗ്രി ആയതുകൊണ്ട് ഒരു രാജ്യം മുഴുവൻ ആ വേൾഡ് കപ്പിന് കൂടെ നിന്നോ ഇല്ല 2002-ൽ? നിങ്ങൾ പറയും. ഏകദേശം പൊട്ടി അവസാനം എംബാപ്പയുടെ തിരിച്ചുവരവില്. പക്ഷെ അവർക്ക് തോൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവർക്ക് വേണ്ടി 100 ഡിഗ്രി ആയി ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ദാറ്റ് ഈസ് ലയണൽ മെസ്സി. അർജന്റീന കപ്പ് നേടി. ആ 100 ഡിഗ്രി എല്ലാവരും ആയപ്പോ കപ്പ് കിട്ടി. ഡോണ്ട് ജസ്റ്റ് ഡു വാട്ട് ഈസ് റിക്വയർഡ്, ഡു എ ലിറ്റിൽ എക്സ്ട്രാ വിത്ത് പാഷൻ എന്നാണ് പറയുക. യു ഓൾറെഡി ഹാവ് ഗ്രേറ്റ്നെസ് ഇൻസൈഡ് യു. എല്ലാവർക്കും ഉള്ളിലുണ്ട് വലിയ വലിയ കാര്യങ്ങൾ. യു ജസ്റ്റ് നീഡ് ടു റേസ് യുവർ എനർജി ബൈ 1 ഡിഗ്രി. എനർജി കൂട്ടും, ഓരോ ദിവസവും എനർജി കൂട്ടും. കാരണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സമൂഹത്തിന്. ദാറ്റ് 1 ഡിഗ്രി ഓഫ് എക്സ്ട്രാ ബിലീഫ്, കൺസിസ്റ്റൻസി, പാഷൻ വിൽ മേക്ക് യു അൺസ്റ്റോപ്പബിൾ എന്നാണ് പറയുക. എന്താണ് ആ 1 ഡിഗ്രി ചേഞ്ച് നമ്മൾ എവിടെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്യണം. എവിടെയാണ് എൻ്റെ ആ 1 ഡിഗ്രി ചേഞ്ച് എനിക്ക് വേണ്ടത്? ആ 1 ഡിഗ്രി ചേഞ്ച് വേണ്ട സ്ഥലം നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. 9 പോയിന്റും ഒന്നും കൂടെ പറയാൻ പോവാണ്. 9 പോയിന്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 9 പോയിന്റ്. ബിലീവ് യു ക്യാൻ വിൻ. എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരുമിച്ച് പറയാം. വൈൻഡപ്പ് ചെയ്യാണ്, സമയമായിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക് കഴിഞ്ഞു. ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യോ.
അപ്പോൾ ആ പോയിന്റ് ഒരിക്കൽ കൂടെ പറയാണ്, ബിലീവ് യു ക്യാൻ വിൻ. നമ്മളെ ബിലീഫ് സിസ്റ്റം ഷിഫ്റ്റ് ഫ്രം കംഫേർട്ട് ടു ചലഞ്ച്. നമ്മളെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ ആണ്. വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾക്ക് ഈ മാസം എന്ത് വേണം എന്നുള്ളത്. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി. കൺസിസ്റ്റന്റ് ആവുക. ലേൺ, അൺലേൺ, റീലേൺ. പഠിക്കുന്നതിന്റെ കൂടെ ചില കാര്യങ്ങൾ പഠിക്കാതിരിക്കുക, ചില കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ്സ് കൺവേർഷൻ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യൂ. ഹാൻഡിൽ റിജക്ഷൻ ലൈക്ക് എ ലീഡർ. ഒരു ലീഡറെ പോലെ റിജക്ഷൻ നമുക്ക് നേരിടാൻ പറ്റണം. എനർജി സെൽസ് മോർ ദാൻ വേർഡ്സ്. നിങ്ങൾക്ക് ഒരുപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ എനർജി ആവണം ആളുകൾ അറിയേണ്ടത്. ദാറ്റ് 1 ഡിഗ്രി എഫേർട്ട്. ക്ലിയർ ആയല്ലോ? എവിടെയാണ് എനിക്ക് ആ 1 ഡിഗ്രി വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കറക്റ്റ് ചെയ്യും. എന്റെ പ്രസന്റേഷൻ ആവാം, എന്റെ സെയിൽസ് സ്കിൽ ആവാം, എന്റെ ഒബ്ജക്ഷൻസ് പറയുന്നിടത്താവാം, അല്ലെങ്കിൽ ആളുകളോട് എടുത്തടിച്ച് സംസാരിക്കുന്നതാവാം. എന്താണോ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം വരുന്നത് അതാണ് ആ 1 ഡിഗ്രിയിലേക്ക് മാറ്റേണ്ടത്. ആ തടസ്സത്തെ നിങ്ങൾ എന്താക്കണം? 1 ഡിഗ്രി ആക്കി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഐ ആം അൺസ്റ്റോപ്പബിൾ. ഐ ആം എ 100 ഡിഗ്രി ലീഡർ എന്ന ലെവലിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ വരണം. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇനിയുള്ളൊരു 3-4 ദിവസമോ നിങ്ങളുടെ ലീഡേഴ്സ്, അമീൻ ഭായ്, ഇലിയാസ്ക, ലിബീഷ് ഏട്ട, ബാക്കി എല്ലാ ലീഡേഴ്സും ഉണ്ടല്ലോ, പിന്നെ രവീന്ദ്ര സാറിനൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ. നിങ്ങളൊരു 100 ഡിഗ്രിന്റെ ഒരു ക്യാമ്പയിനിങ് പോലെ നിങ്ങളൊന്ന് ചെയ്യും. ഇനിയുള്ള 10-30 ദിവസം നിങ്ങളുടെ മെമ്പേഴ്സിന്റെ 100 ഡിഗ്രി ആക്ക്. അതിനൊരു മിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യും. 100 ഡിഗ്രി ലീഡേഴ്സിന്റെ ഒരു മിഷൻ ആക്കി നിങ്ങളെ ക്യാപ്ഷൻ അങ്ങനെ കേട്ടോ. 100 ഡിഗ്രി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? 100 ഡിഗ്രി ലീഡേഴ്സിന്റെ ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ആ മിഷനിലേക്ക് ഈ ഗ്രൂപ്പിൽ നിന്നും ഇൻവിറ്റേഷൻ കൊടുക്കുക. 100 ഡിഗ്രി ആവാൻ തയ്യാറുള്ള ആളുകൾക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നില്ല, അവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് ആഡ് ആവാം. കണ്ടീഷൻസും വെച്ചു കൊടുക്കാം. അവരുടെ എനർജി ഇന്നതാവണം, അവരുടെ ഗ്രൂപ്പിൽ അവരുടെ സ്ട്രിക്റ്റ് ഗ്രൂപ്പ് ആവണം. അവരതിൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് ഒന്ന് പുറത്താക്കുക, വീണ്ടും കയറ്റുക. ഇങ്ങനെ ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ വർഷം 100 ഡിഗ്രി മിനിമം ഒരു 10 ലീഡേഴ്സ് വന്നാണ്ടല്ലോ നിങ്ങളുടെ ഓർഗനൈസേഷനെ പിടിച്ചാൽ കിട്ടില്ല. അത് വേറെ ലെവലിലേക്ക് സാധനം ചെയ്യണത് പോണത്. അതിന് കഴിയും. അതിന് പറ്റുന്ന ഓർഗനൈസേഷൻ ആണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെയാണ് വിളിച്ചാൽ ഓടി വരുന്നത്. കാരണം നിങ്ങളുടെ എനർജി ഇഷ്ടമാണ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഇഷ്ടമാണ്, നിങ്ങളുടെ ഗ്രോത്തും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ക്ലിയർ ആയല്ലേ? അതിനൊക്കെ പുറമെ നമ്മുടെ പഴയ സുഹൃത്ത് ബന്ധവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും നല്ല ഒരു മാസീവ് സക്സസ് ഉണ്ടാവണം. ഇന്ന് സക്സസ് എന്ന് പറഞ്ഞാൽ വേറെല്ലാം ഉപയോഗിക്കുന്നത്. എല്ലാവരും 99-ൽ തിളച്ചു നിൽക്കാതെ 100 ഡിഗ്രി ആയിട്ട് സ്റ്റീമായിട്ട് പോകണം. അത് ഒരുപാട് എഞ്ചിനുകളും ട്രെയിനുകളെയും വലിച്ചു കൊണ്ടാൻ പറ്റുന്ന പവറാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബി എ 100 ഡിഗ്രി ലീഡർ. താങ്ക് യു സോ മച്ച്.